ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്നിൽ നിന്ന് വരുന്ന ഒരു വാക്ക് സകല മനുഷ്യനും എക്കാലത്തും ചെയ്തിട്ടുള്ളതോ അതല്ല പറഞ്ഞിട്ടുള്ളതോ അതിനും മേലായി അർത്ഥമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ നിന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ പ്രതീക്ഷയുടെ കീഴിലിരിക്കുന്നവർ അവരെന്തെങ്കിലും സംഭവിക്കാനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ജനം എന്തിനെങ്കിലും വേണ്ടി ദാഹിക്കുമ്പോൾ, ആഴത്തെ വിളിക്കുമ്പോൾ ആ വിളിക്ക് മറുപടി കൊടുക്കാൻ തികച്ചും അവിടെ ഒരു ആഴമുണ്ടായിരിക്കും. അതിനാലാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഈ ധർമ്മോപദേശകരുടെയും ജനങ്ങളുടെയും ഹൃദയത്തിൽ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹത്തിനും കാരുണ്യത്തിനായും വിളിക്കുകയും നഷ്ടപ്പെട്ടവരെ നീ രക്ഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും നിന്റെ വചനത്തെ സമർത്ഥിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ എളിമയോടെ നിന്റെ മേൽ രാത്രികൾ കാത്തിരിക്കുമ്പോൾ നീ ഇത് അനുവദിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ അപ്രകാരമായുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു കോരിച്ചൊരിയിലുണ്ടായിട്ട് അവിടെ ഓരോരുത്തരെയും അവർക്ക് ചുറ്റും അന്തരാക്കി ദൈവത്തെ അല്ലാതെ മറ്റൊന്നും കാണാൻ ഇടവരുത്തരുതേ. ദൈവത്തിനായി ദാഹിക്കുന്ന അത്തരത്തിലുള്ള ഒരു വലിയ നിലവിളി അവിടെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ ഇടവരട്ടെ. ഒരു ഉണർവ്യോഗം ഉണ്ടാകുന്നതുവരെ രാജ്യത്തിലുടനീളമുള്ള ഓരോ ദേവാലയവും ജനങ്ങളാൽ നിറയുകയും പാപികൾ ദൈവത്തോട് കൃപയ്ക്കായി നിലവിളിക്കാനും ഇടവരട്ടെ. പിന്നെ മാത്രമല്ല, പരിശുദ്ധാത്മാവ് രോഗികളെ സൗഖ്യമാക്കുകയും മുടന്തര നടത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും അങ്ങയുടെ വചനത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ അനുവദിച്ചു തരികയും ചെയ്യണമേ. കർത്താവായ യേശുവേ, കടന്നു വന്ന് അവിടുത്തെ വാഗ്ദത്തത്തെ നിറവേറ്റണമേ. ഇന്ന് രാത്രിയിൽ ഞങ്ങളിലേക്ക് വരണമേ. നിന്റെ വാഗ്ദത്തങ്ങൾ തോൽവി അടയാത്തതെന്നും നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ നിന്റെ വചനത്തിനോ നീക്കം വരില്ല. ഞങ്ങളുടെ ഗ്രഹണശക്തിയെ തുറന്നു തരണമേ. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പിൻപറ്റേണ്ട വഴി നിർണയപ്പെടുത്തി തരട്ടെ. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഗ്രഹണശക്തി ദൈവത്തിന്റെ ആത്മാവിനും ശക്തിക്കായും തുറന്നു വരട്ടെ. അത് അവൻ തന്നെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വചനങ്ങളാൽ തികച്ചും ഞങ്ങളിവിടെ സമർപ്പിക്കാൻ ഇടവരട്ടെ. എന്തെന്നാൽ ഞങ്ങൾ ഇത് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഇന്നു രാത്രിയിൽ വചനത്തെ ശ്രദ്ധിക്കുന്നവർ ബൈബിളിലെ 2 പത്രോസിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു നോക്കാം. ഒരു ചില നിമിഷങ്ങൾ സംസാരിക്കാൻ വഴിക്കായി 15-ാമത്തെ വാക്യത്തിൽ തുടങ്ങാം. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ഞാൻ അതിഷ്ടപ്പെടുന്നു. ദൃക്സാക്ഷികൾ, ഏതെങ്കിലും കെട്ടുകഥയല്ല. ഞങ്ങൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിന്റെ ദൃക്സാക്ഷികളാകുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നും വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് കേട്ടു. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അവന്റെ വായിക്കപ്പെട്ട വചനത്തോട് കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാനിതിനെ ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവ് എന്ന തലക്കെട്ടിന്മേൽ എടുക്കുകയാണ്. നാം സംഭ്രാന്തിയുടെ ഒരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ കട്ടിച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു ദിവസത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സകലതും അതെല്ലാം ഒരു താറുമാറാക്കപ്പെട്ടതുപോലെ കാണുന്നു. സകലതും കാഴ്ചയ്ക്ക് വളരെ ഏറെയും അനേക വഴികളുമുണ്ട് എന്നതുപോലെ കാണപ്പെടുന്നു. അത് ചെയ്യുന്നത് സാത്താനാണ്. ഇപ്പോൾ നീതിയോടും ശരിയായ വിധത്തിൽ നടക്കുന്ന ഒരു ജനത്തെ ന്യായം വിധിക്കണമെങ്കിൽ എന്തെങ്കിലും ചില മാനദണ്ഡങ്ങളില്ലാതെ ദൈവത്തിന് ന്യായവിധി നടത്താൻ കഴിയുകയില്ല.
മാത്രമല്ല ബൈബിൾ പറയുന്നതോ അവൻ സകലരെയും യേശുക്രിസ്തു മുഖാന്തരം ന്യായം വിധിക്കുമെന്നാണ്. യേശുക്രിസ്തു വചനമാകുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പോൾ നാം എല്ലാവരും ഇന്ന് അവന്റെ ഗുണവിശേഷങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. ദൈവത്തിൽ, ദൈവം ആരംഭത്തിൽ അവൻ ദൈവം പോലും അല്ലാതിരിക്കുമ്പോൾ നാം അവനെ നിത്യനായവൻ എന്ന് വിളിച്ചിരുന്നു. അവൻ ദൈവമായിരുന്നില്ല. എന്തെന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ ദൈവമെന്നാൽ ആരാധിക്കുന്ന വസ്തു എന്നാണ് അർത്ഥം. അവിടെ അവനെ ആരാധിക്കാനും യാതൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആ നിത്യമായ ഒരുവൻ ആ സകല ബുദ്ധിവൈഭവത്തിന്റെയും ഉറവിടമായിരുന്നു അവൻ. പിന്നെ ഈ സകല ബുദ്ധിവൈഭവത്തിന്റെ ഉറവിടത്തിൽ ഒരു കണികയോ തന്മാത്രയോ അഥവാ ഒന്നുമില്ല. എവിടെയെങ്കിലും പ്രകാശമോ നക്ഷത്രമോ ചന്ദ്രനോ മറ്റ് യാതൊന്നുമില്ല. ദൈവം ഒരു ആരംഭമോ ഒരിക്കലും ഒരു അവസാനമോ ഇല്ലാത്ത ആ നിത്യനും മഹാനുമായ ദൈവമായിട്ട് നിത്യമായ മഹത്തായ ആത്മാവായി അവൻ അവിടെ ഉണ്ടായിരുന്നു. അവനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഗുണങ്ങളെല്ലാം അവനിലായിരുന്നു. അത് ദൈവമായിരിക്കേണ്ടതുണ്ട് എന്ന ഗുണമായിരുന്നു. അത് കഴിഞ്ഞ് അവൻ പിതാവായിരിക്കേണ്ടതുണ്ട് എന്ന ഗുണം, ഒരു പുത്രനായി തീരേണ്ട ഗുണം, ഒരു രക്ഷകനായി തീരേണ്ട ഗുണം, ഒരു സൗഖ്യദായകനായി തീരേണ്ട ഗുണം, ഈ എല്ലാവിധ ഗുണങ്ങളും അവനിലായിരുന്നു. ഇപ്പോൾ അവൻ ഈ കാര്യങ്ങൾ ചുരുളഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവന്റെ ഗുണങ്ങൾ വെളിപ്പെട്ട് വരാൻ തുടങ്ങി. ഞാൻ അർത്ഥമാക്കുന്നതെന്നാൽ ഗുണങ്ങൾ അവന്റെ ചിന്തകളായിരുന്നു. ഒരു വചനമെന്നാൽ ഒരു വിചാരം ആവിഷ്കരിക്കുന്നതാണ്. മാത്രമല്ല അന്ന് അത് അവന്റെ ചിന്തയായിരുന്നു. അതുണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ അതവിടെ ഉണ്ടായി. അതുണ്ടാകട്ടെ, അതവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർക്കുക, ലോകമുളവാകുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികളായ നിങ്ങൾ അവന്റെ ചിന്തയിലുണ്ടായിരുന്നു. നിങ്ങൾ അവന്റെ ചിന്തയിലുള്ള ആവിഷ്കാരമാണ്. ലോകമുളവാകും മുമ്പ് നിങ്ങൾ ക്രിസ്തുവിലായിരുന്നു. ആമേൻ. ആരംഭത്തിൽ ദൈവത്തിലായിരുന്നു. പിന്നെ അത് നിങ്ങളെ ഉരുവാക്കി. അപ്പോൾ നിങ്ങൾ അവന്റെ പ്രജകളെന്ന് കാണുന്നു. ദൈവത്തിന്റെ മുഴുവൻ പദാർത്ഥം സ്വയം തനിക്ക് തന്നെ കാണാനും കൈകാര്യം ചെയ്യാനും മറ്റും തക്കവണ്ണമുള്ളതായി രൂപം കൊണ്ട് വാസ്തവമായി തീർന്നു. ആ മുഴുവനായ വസ്തു അതാണ് ദൈവം. അപ്പോൾ ജനങ്ങൾ പറയും, വ്യാഖ്യാനം. വളരെ നാളുകളായില്ല ഇവിടെ ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിക്കുന്നേരം ഒരു മനുഷ്യനോട് പറഞ്ഞു, അയാൾ പറഞ്ഞു, ബ്രദർ ബ്രഹാം, താങ്കളുടെ തെറ്റായ വ്യാഖ്യാനമാണ്, താങ്കൾ അതിനെ ശരിയായി വ്യാഖ്യാനിച്ചില്ല. ഇപ്പോൾ നാം കേൾക്കുക, അവർ മെത്തോഡിസ്റ്റിലേക്ക് പോയിട്ട് അവർ പറയും, ബാപ്റ്റിസ്റ്റുകാർ വ്യാഖ്യാനിക്കുന്നത് ശരിയായല്ല. ബാപ്റ്റിസ്റ്റുകൾ പറയുന്നു പെന്തക്കോസ്റ്റുകൾ ചെയ്യുന്നില്ല. പെന്തക്കോസ്റ്റുകൾ പറയുന്നത് എന്തെന്നാൽ ആ ഒന്നസുകാർ ചെയ്യുന്നില്ല. ഒന്നസ് പറയുന്നത് അസംബ്ലീസുകാർ ചെയ്യുന്നില്ല. ഓരോരുത്തരും മറ്റേയാൾ ചെയ്യുന്നില്ലെന്ന് പറയുന്നു. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവാണ്. അവനായി വ്യാഖ്യാനിക്കാൻ അവൻ ആരുടെയും ആവശ്യമില്ല. ദൈവത്തെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള മനുഷ്യനാർ. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാതാവാകുന്നു. ഇപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നത്, ആരംഭത്തിൽ ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശമുണ്ടായി. അതായിരുന്നു അതിന്റെ വ്യാഖ്യാനം എന്ന് നാം കണ്ടു. ദൈവം എന്തെങ്കിലും പറയുമ്പോൾ അത് പ്രത്യക്ഷമാകുന്നു. എന്നാൽ അവന്റെ വചനം ശരി. അതാണ് ദൈവത്തിന്റെ വ്യാഖ്യാനം. കാണുന്നോ? പ്രകാശമുണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ വെളിച്ചം എന്നൊരു കാര്യം അവിടെ ഉളവാകുന്നതിന് മുമ്പ് ആദ്യം അത് അവന്റെ ചിന്തയിലായിരുന്നു. പ്രകാശമുളവാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ആകാശത്ത് വെളിച്ചം പെട്ടെന്നുളവായി വന്നു. അതാണ് ആ വ്യാഖ്യാനം. അതിനെ വ്യാഖ്യാനിക്കാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ദൈവം അത് പറഞ്ഞു. അതങ്ങനെ ആയിത്തീർന്നു. ദൈവം സംസാരിക്കുകയും അത് പ്രത്യക്ഷമാകുകയും ചെയ്യുന്നെങ്കിൽ അത് അവന്റെ വചനത്തിന്റെ വ്യാഖ്യാനമാകുന്നു. മനുഷ്യനെ കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ജനങ്ങൾ എന്തുകൊണ്ട് അത് കാണുന്നില്ല? ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത് ദൈവം പറയുമ്പോൾ ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ അവസാനം വരെ താഴേക്ക് വരുന്ന മുറയ്ക്ക് ഓരോ കാലത്തിനു വേണ്ടിയും അവൻ തന്നെ വചനത്തെ വിഭാഗിച്ചു കൊടുക്കുന്നു. താഴേക്ക് വന്ന് ഈ ഓരോ കാലത്തിലും സഭാലോകം പാരമ്പര്യ ഉപദേശങ്ങളാലും മറ്റുള്ളവയാലും ഈ എല്ലാ വക കാര്യങ്ങളെയും കൂട്ടിക്കുഴച്ചു. പഴയ നിയമത്തിൽ തുടങ്ങി പുതിയതിലും ദൈവം ഒരുവനെ എപ്പോഴും അരങ്ങിലേക്ക് അയക്കുന്നു. പ്രവാചകന്മാർ മാത്രമല്ല, ദൈവത്തിന്റെ വചനം പ്രവാചകനിലേക്ക് വരുന്നു. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിന്റെ വചനത്തെ പ്രത്യക്ഷമാക്കുന്നു. ദൈവത്തിന്റെ പ്രത്യക്ഷത അത് ശരിയാണോ അഥവാ തെറ്റാണോ എന്ന് പറയുന്നു. ആരും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. വചനം സ്വയം വ്യാഖ്യാനിക്കുന്നു. ദൈവം അത് വാഗ്ദത്തത്തെ ചെയ്തിരിക്കുകയും അതവിടെ സംഭവിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും പറയുന്നത് കൊണ്ട് എന്ത് നന്മ ഉണ്ടാകാൻ പോകുന്നു? ദൈവം ഒരു വാഗ്ദത്തം ചെയ്യുകയും ദൈവം അത് നിറവേറ്റുകയും ചെയ്യുമ്പോൾ അതാ ആ വ്യാഖ്യാനം തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുന്ന പാപിയായ ആ മനുഷ്യനാരാണ്? അത് സ്വയം ദൈവം തന്റെ വ്യാഖ്യാനം നടത്തുകയാണ്. വ്യാഖ്യാനം അവനെ വ്യാഖ്യാനിക്കാൻ അവൻ ആരുടെയും ആവശ്യമില്ല. അവൻ എന്ത് ചെയ്യുമെന്നാണോ പറഞ്ഞിരുന്നത് അതിനെ അവൻ പ്രത്യക്ഷമാക്കി അതിനെ അവൻ സ്വയം വ്യാഖ്യാനിക്കുന്നു. ഓരോ കാലത്തിലേക്കും അനുവദിച്ചു നൽകിയിരുന്ന വാഗ്ദത്തങ്ങളെ സഭയ്ക്ക് അത് മാത്രം കാണാനായെങ്കിൽ മറ്റുള്ള എല്ലാ കാലങ്ങളിലും ദൈവം ഒരുവനെ അരങ്ങിലേക്ക് അയക്കുകയും 7 സഭാകാലത്തുടനീളം അവൻ ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്ത സകലത്തെയും പ്രത്യക്ഷമാക്കുകയും ചെയ്തു. സകലതും അവിടെ ഒരു കാര്യം പോലും ചെയ്യാതെ വിടുന്നില്ല. കൃത്യമായി അവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നോ അവനത് ചെയ്തു. എന്തുകൊണ്ടെന്നാൽ
ദൈവം എന്തെങ്കിലും പറയുന്നെങ്കിൽ അവിടെ പുറകെ യെശയ്യാവിൽ അവൻ പറഞ്ഞു ഒരു കന്യ ഗർഭിണിയാകും, അവൾക്കതുണ്ടായി. ഇപ്പോൾ ആർക്കാണ് അതിനെ വ്യാഖ്യാനിക്കാനാകുക? ദൈവം അതിന് വ്യാഖ്യാനം നടത്തി. ഒരു കന്യക ഗർഭിണിയാകും, അവൻ പറഞ്ഞു അവൾ ഗർഭം ധരിച്ചു. ഇപ്പോൾ നിങ്ങൾ എന്താണ്? നിങ്ങൾ കഴിയില്ല, അതിനെപ്പറ്റി ഒന്നും പറയാനാകില്ല. എന്തുകൊണ്ടെന്നാൽ അവൾക്കുണ്ടാകും എന്ന് ദൈവം പറഞ്ഞു, അവൾക്കതുണ്ടായി. എന്നാൽ സഭ അന്ന് അത് കാണുന്നതിൽ വളരെയേറെ അന്ധരായിരുന്നു. നോക്കൂ, അവർക്ക് അതിനെക്കുറിച്ച് അവരുടേതായ ആശയമുണ്ടായിരുന്നു. അത് അവർ പ്രതീക്ഷിച്ചിരുന്നതെന്നും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു. പത്രോസ് ഇവിടെ പിന്നിൽ നിന്ന് പ്രതിപാദിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, തന്റെ വചനത്താൽ ദൈവം ക്രിസ്തുവായി പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു, ഇത് എന്റെ പ്രിയപുത്രൻ. ഈ വിശ്വാസികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ക്രിസ്തു ദൈവത്തിന്റെ പ്രത്യക്ഷതയായിരുന്നു. തന്റെ വചനം മൂലം സദാസമയവും അവൻ ക്രിസ്തുവിനെ പ്രത്യക്ഷമാക്കിയിരുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു വചനമായിരുന്നു. അവൻ എല്ലായ്പ്പോഴും പ്രത്യക്ഷമാകുന്നു. അവനത് പറയുമ്പോൾ നോഹയുടെ നാൾക്കളിൽ ക്രിസ്തു നോഹയിലായിരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നോ? നോഹ പറഞ്ഞു, മഴ പെയ്യാൻ പോകുന്നു, ഒരു മഴയുണ്ടാകും, ഭൂമി നശിപ്പിക്കപ്പെടും. മഴ പെയ്തു. അതിനൊരു വ്യാഖ്യാനത്തിനെയും ആവശ്യമുണ്ടായിരുന്നില്ല. മഴ പെയ്തതിന്റെ കാരണമോ ദൈവം നോഹയിലായിരുന്നു കൊണ്ട് മഴ പെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിനാലായിരുന്നു. അവൻ ഒരു പ്രവാചകനായിരുന്നു. അതിന്റെ തെളിവോ അവൻ എന്തു പറഞ്ഞുവോ അതുപോലെ സംഭവിച്ചു. അതിനാൽ അവർക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടായില്ല. അവൻ ഒരു പ്രവാചകനായിരുന്നു. അതിന്റെ തെളിവോ അവൻ എന്തു പറഞ്ഞുവോ അതുപോലെ സംഭവിച്ചു. അതിനാൽ അവർക്കതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടായില്ല. എന്നാൽ ദൈവമോ ആത്മീയനെന്നോ പ്രവാചകനെന്നോ പറയുന്ന ഒരാൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ട് അവൻ പറയുന്നത് പോലെ സംഭവിക്കുന്നെങ്കിൽ അവന് ചെവി കൊടുക്കുക എന്ന് സദാസമയത്തേക്കും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ശരിയാണ്. എന്തെന്നാൽ അത് വാസ്തവമാണ്. അത് തികച്ചും വചനവുമായി പൊരുത്തപ്പെട്ടു പോകേണ്ടതുണ്ട്. നോഹ വചനവുമായി പൊരുത്തപ്പെട്ടിരുന്നു. മഴ പെയ്യാൻ പോവുകയാണ് എന്ന് അവൻ പ്രവചിച്ചപ്പോൾ മഴ പെയ്തു. അതിനുവേണ്ടി ഒരു വ്യാഖ്യാനത്തിനെയും ആവശ്യം വേണ്ടി വന്നില്ല. എന്തെന്നാൽ അത് എന്തു പറഞ്ഞുവോ അത് തന്നെ ഉളവാക്കി. യെശയ്യാ പറഞ്ഞു, ഒരു കന്യക ഗർഭിണിയാകും, അവൾക്കതുണ്ടായി. ഇപ്പോൾ അത് അസാധാരണവും ഭയങ്കരവുമായിരുന്നു. എന്തെന്നാൽ നോക്കൂ, അത് ഈ കന്യക ഗർഭധാരണം ചെയ്യുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ മുമ്പായിരുന്നു. അത് അവളുടെ ഭർത്താവായ അവൻ ഒരു നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സിലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ നിരൂപിച്ചു. യോസഫ് എന്ന് പേരുള്ളവന് വരെ അത്രയേറെ അസാധാരണമായി തീർന്നു. ആ ദിവസങ്ങളിലെ നല്ല മനുഷ്യനായിരുന്ന മറിയയുമായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട യോസേഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ വിവാഹം നിശ്ചയം ചെയ്തിരുന്നാൽ എങ്ങനെ അനുഭവപ്പെട്ടു കാണും? അവൾ വിവാഹം നിശ്ചയം ചെയ്തിരുന്നു. ആ ദിവസത്തിൽ അതിനെ അസാധുവാക്കുക എന്നത് വ്യഭിചാരം ചെയ്തതിന് സമം തന്നെയായിരുന്നു. മാത്രമല്ല, യോസേഫിനെ സംബന്ധിച്ച് മറിയ അവനെ അവളുടെ തെറ്റൊന്നും ഒരു കവചം പോലെ ഒരു ഉപരോധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് തീർച്ചയായും തോന്നിച്ചിരുന്നു. എന്നാൽ അവൾ വിവാഹം നിശ്ചയം ചെയ്തിരുന്നേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിരുന്നില്ല. ഇവിടെ അവൾ ഒരു അമ്മയാകാൻ പോകുന്നതായി കാണുന്നു. അത്തരത്തിലെ ഒരു കബളിപ്പിക്കൽ, കല്ലെറിഞ്ഞു കൊല്ലുക ന്യായപ്രമാണപ്രകാരം അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. അവളുടെ ഭർത്താവ് യോസഫോ ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു, വളരെ നീതിമാനായ ഒരു മനുഷ്യൻ. അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവൾ തന്റെ ബാലിശവും വലിയ മനോഹര നേത്രങ്ങളാൽ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യോസഫ് പ്രധാന ദൂതനായ മിഖായേലിനെ സന്ദർശിച്ച് ഒരു മനുഷ്യനറിയാതെ ഞാൻ ഗർഭവതിയാകാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോൾ യോസഫ് തിരുവചനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയെങ്കിൽ അവൾ അത് ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നത് കാണുമായിരുന്നു. അത് ദൈവം തന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് മാത്രമായിരുന്നു. കാണുന്നോ? എന്നാൽ അത് വളരെ അസാധാരണമായതായിരുന്നു. ഓരോ കാലത്തിലും അതേ കാര്യം തന്നെയാണ്. ദൈവത്തിന്റെ വചനം ജനങ്ങൾക്ക് വൈദേശികമാകുന്നു. അത് വളരെ അസാധാരണമാകുന്നു. ദൈവം എല്ലായ്പ്പോഴും അസാധാരണമായി ചെയ്യുന്നു. ദൈവം എവിടെയായാലും അത് അസാധാരണമായിരിക്കും. അത് ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിരിക്കും. എന്നാൽ അവർ അതിനെ ഏത് വിധത്തിലായിരിക്കണമെന്ന് ചിന്തിക്കുന്നുവോ അവർക്ക് ആ വിധത്തിലുള്ള കാര്യങ്ങളെ കെട്ടിയിരിക്കുന്നു. എന്നാൽ ദൈവം കടന്നുവന്ന് അസാധാരണമായതിനെ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ കന്യ ഗർഭം ധരിക്കുക? അവൻ സത്യസന്ധനായിരുന്നു. അതിനെ അവൻ ദൈവത്തോട് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് ദൈവം അവനോട് ഒരു സ്വപ്നത്തോട് സംസാരിച്ചു പറഞ്ഞു, ദാവീദിന്റെ മകനായ യോസഫ്, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ദൈവം അവളുടെ മേൽ നിലനിട്ടു. അതാണ് അത് ചെയ്തത്. യോസേഫുമായി ദൈവം ഏത് വിധത്തിൽ ഇടപെടാൻ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഒരു രണ്ടാന്തരമായ വഴിയിലൂടെ, സ്വപ്നം എന്ന വഴിയിലൂടെ. ഇപ്പോൾ സ്വപ്നങ്ങളുണ്ട് നമുക്കറിയാം. നാം സ്വപ്നങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം എല്ലായ്പ്പോഴും ജനങ്ങളുമായി സ്വപ്നം മൂലം ഇടപെടുന്നു. എന്നാൽ നോക്കൂ, സ്വപ്നങ്ങൾ രണ്ടാം തരം രീതിയാണ്. അത് വ്യാഖ്യാനിക്കപ്പെടുവോളം അത് തെറ്റ്, അതല്ല ശരിയോ ആകാം. എന്നാൽ അവനൊരു വ്യാഖ്യാനത്തിനെയും ആവശ്യമുണ്ടായില്ല. അത് ദൈവം നേരിട്ട് യോസേഫിനോട് സംസാരിച്ചതായിരുന്നു. എന്നാൽ അന്ന് അത്തരം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ഒരു പ്രവാചകൻ ദേശത്തുണ്ടായിരുന്നില്ല. അവർക്ക് അവിടെ 400 വർഷത്തോളം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദൈവം തന്റെ സ്വന്തമായതിന്റെ ഐശ്വര്യത്തെ സംരക്ഷിക്കുന്നതിന് അടുത്ത ഏറ്റവും നല്ലത് ഒരു വ്യാഖ്യാനം കൂടാതെ യോസഫിനോട് ഒരു സ്വപ്നത്തോട് സംസാരിക്കാവുന്നതായിരുന്നു. അവൻ പറഞ്ഞു, സ്ത്രീ ശരിയാണ്,
അവളിൽ ഉത്പാദിതമായിരിക്കുന്ന ആ പരിശുദ്ധമായ കാര്യം ദൈവപുത്രനാകുന്നു. യാതൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. സത്യസന്ധരും നിർവ്യാജവുമായ ഹൃദയങ്ങളോട് ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാനം നടത്തുന്നു. അലൗകികമായ ആ കാര്യത്തിലേക്ക് നോക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകളോടും നിങ്ങൾ സത്യസന്ധരും നിർവ്യാജവുമായി വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളോട് വ്യാഖ്യാനിച്ചതിനായി ദൈവത്തിന്റെ പക്കൽ ഒരു മാർഗമുണ്ട്. അത് ഒരു വാഗ്ദത്തമാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. പാരമ്പര്യ ഉപദേശങ്ങളിൽ നിന്നും ദൂരമായി ജോസഫ് ബൈബിളിൽ പുറകോട്ട് മറിച്ച് നോക്കിയിരുന്നെങ്കിൽ യെശയ്യാവ് അവളത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞതിനെ കണ്ടുപിടിക്കുമായിരുന്നു. അവിടെ സംസാരിച്ചിരുന്ന കാര്യങ്ങളും അവന്റെ ജനനവും സകലത്തെയും കുറിച്ച് തിരുവചനത്തിൽ പത്രോസ് പറഞ്ഞതുപോലെ വിശുദ്ധ പ്രവാചകന്മാരാൽ പറയപ്പെട്ടിരുന്നു. അതിൽ തന്റെ വ്യക്തിപരമായ വ്യാഖ്യാനത്തെ കൊടുക്കാൻ ഒരുവനും യാതൊരു അധികാരവും നൽകിയിട്ടില്ല. അവിടെ ദൈവം എന്താണോ പറഞ്ഞിരുന്നത് അത് അപ്രകാരം കൃത്യമായി തന്നെ സംഭവിച്ചു. അവൻ ആ ദിവസത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദൈവത്തിന്റെ വചനം പ്രത്യക്ഷമായതായിരുന്നു. ദൈവം അത് പറഞ്ഞു, അതിനാൽ അതവിടെ ഉളവായി. അത് അതിനെ ക്രമീകരിക്കുന്നു. യേശു പറഞ്ഞു, അവൻ ഭൂമിയിലായിരിക്കുകയും അവർക്ക് അവനെ മിനിസ്ട്രിയെ മനസ്സിലാക്കാൻ കഴിയാതെയും ഇരുന്നപ്പോൾ അത് വളരെ മഹത്വമേറിയതായിരുന്നു. അവർ കഴിഞ്ഞില്ല. വളരെയധികം അപൂർവമായിരുന്നു. അതുമല്ലെങ്കിൽ ആശ്ചര്യകരമായിരുന്നു. അവർക്ക് അവനെ മനസ്സിലാക്കാനായില്ല. അവൻ പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവൻ. അതിലേക്ക് വെടിയുതിർക്കുമ്പോൾ ഞാൻ അവിടെ നിങ്ങളെ കർണകഠോരമാക്കണമെന്ന് കാക്ഷിക്കുന്നില്ല. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവൻ. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. കാണുന്നു, അവയാണ് ഞാൻ ആരെന്ന് നിങ്ങളോട് പറയുന്നത്. നോക്കൂ, ദൈവം വചനത്തെ പങ്കിട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രത്യക്ഷ ദിവസം, ആ നാൾ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ ആയിരുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരണ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഉപദേഷ്ടാവ് എന്ന് പേര് വിളിക്കപ്പെടും. മാത്രമല്ല അവന്റെ പേർ ഇമ്മാനുവേൽ എന്നും വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ. ദൈവം ദാവീദിലായിരുന്നു, ദൈവം മോശയിലായിരുന്നു. ദൈവം സകല കാലങ്ങളിലും സ്വയം ആ കാലത്തിലേക്ക് പ്രത്യക്ഷമായി വരുന്നതായിരുന്നു. എന്നാൽ ഈ കാലത്തിൽ ഒരു കന്യാഗർഭിണിയായി ഒരു മകനെ കൊണ്ടുവരും. അവൻ ദൈവം നമ്മോടുകൂടിയായിരിക്കും. അവൻ തന്നെത്താൻ ദൈവമാക്കുകയും ശബത്തുകളെ തകർക്കുന്നു. അതിനാലാണ് അവർ അവനെ ക്രൂശിച്ചത്. അവനായിരുന്നു, അവൻ ശബത്തിന് മേലായ ദൈവമായിരുന്നു. പിന്നെയോ അവൻ ദൈവവുമായിരുന്നു. അവൻ ഒരു സാധാരണ പ്രവാചകനോ അതല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയോ ആയിരുന്നില്ല. അപ്പോഴും അവനൊരു സാധാരണ വ്യക്തിയും ഒരു പ്രവാചകനുമായിരുന്നു. എന്നാൽ അവൻ പ്രവാചക ദൈവമായിരുന്നു. അവൻ എന്തു ചെയ്യുമെന്ന് ദൈവം പറഞ്ഞിരുന്നുവോ ആ വചനം അവൻ കൃത്യമായി നിറവേറ്റുകയായിരുന്നു. ചോദിച്ചു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? തിരുവചനങ്ങളെ ശോധന ചെയ്യുവൻ. അവയിൽ നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നാൽ അവരുടെ പാരമ്പര്യ ഉപദേശം അവർ മറ്റൊരു കാലത്തിന്റെ അതിപ്രഭയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു അതിപ്രഭയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പ്രസംഗിച്ചതുപോലെ, ഒരു അതിപ്രഭ എന്നാൽ അതൊരു മരീചികയാണ്. സൂര്യൻ തന്നെത്താൻ പ്രതിബിംബിക്കുന്നു. അതൊരു വ്യാജമാണ്. മറ്റൊരു കാലത്തിന്റെ ഏത് പ്രതിബിംബവും ഒരു തെറ്റായ പ്രതിബിംബമാണ്. ജനങ്ങൾ സദാസമയത്തും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച എന്തിന്റെങ്കിലും പുറകിലാണ് നടക്കുക. ലൂഥറിന്റെ അതിപ്രഭയിൽ നടക്കുന്നു. ലൂഥറിന്റെ സൂര്യപ്രകാശം അവന്റെ നാൾക്കളിൽ വളരെ നന്നായിരുന്നു. വെസ്ലി അവന്റെ നാൾക്കളിൽ നല്ലതായിരുന്നു. പെന്തക്കോസ്തുകൾ അവരുടെ നാൾക്കളിൽ നല്ലതായിരുന്നു. നാം 7 പടികളുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നാം മറ്റൊരു കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാനാകില്ല. നാം തന്നെത്താൻ കാര്യങ്ങളിൽ ഒരു ഇരുപ്പുറപ്പിച്ചു കഴിയുമ്പോൾ നാം എല്ലാം ശരിയാക്കിയിരിക്കുന്നു വിചാരിക്കുന്നു. നാം നമ്മുടെ പാരമ്പര്യ വ്യവസ്ഥയെ നമുക്ക് ചുറ്റിമുറുക്കുന്നു. എന്നാൽ അതെല്ലാം ആ കഴിഞ്ഞുപോയ ദിവസത്തിൽ ശരിയായിരുന്നു. എന്നിട്ട് നാം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. തിരുവചനത്തെ ശോധന ചെയ്ത് ഈ ദിവസത്തേക്ക് എന്ത് വാഗ്ദം ചെയ്തിരിക്കുന്നു നോക്കുവിൻ. അപ്പോൾ നാം എവിടെയായിരിക്കുന്നു എന്നറിയും. അത് കഴിയുമ്പോൾ നാം എവിടെയാണ് നിന്നുകൊണ്ടിരിക്കുക എന്ന് നമുക്ക് പറയാനാകും. ലൂഥർ തിരുവചനത്തിൽ നിങ്ങൾ നോക്കിയാൽ അതവിടെ സർദീസിന്റെ കാലത്തിൽ കാണാനാകുന്നു. അവിടെ എന്താണ് കൃത്യമായും വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങൾ കാണുന്നു. ഏത് വിധത്തിലെ കുതിരസവാരിക്കാരാണ് പോകുന്നു നോക്കൂ. അതിന് സന്ധിക്കാൻ എന്ത് പുറപ്പെട്ടു പോകുന്നു നോക്കൂ. കൃത്യമായും മനുഷ്യന്റെ കൗശലം, നവോത്ഥാനം. വെസ്ലിയെയും മറ്റുള്ളവരെ ശ്രദ്ധിക്കുക. അത് അങ്ങനെ പെന്തക്കോസ്തൽ കാലത്തിലേക്ക് വരികയും അതിലൂടെ കാലത്തിന് താഴേക്ക് വരുന്നു. അതെങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. തിരുവചനത്തിലേക്ക് നോക്കി നാം എവിടെയാണെന്ന് കാണൂ. ആ കാരണത്താണ് യേശു പറഞ്ഞത്, തിരുവചനങ്ങളെ ശോധന ചെയ്യൂ. നാം എവിടെയാണെന്ന് നോക്കിക്കാണൂ. ഇപ്പോൾ നാം ദൈവപുത്രൻ വരവെങ്കിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏത് സമയത്ത് കാഴ്ചയിൽ വരാം എന്ന ആ മണിക്കൂറിന്റെ കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. തിരുവചനം അത് പ്രസിദ്ധപ്പെടുത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നാം ഈ ലോക ചരിത്രത്തിന്റെ അവസാന മണിക്കൂറിലാകുന്നു. അവ അത്തരത്തിലൊഴിവാകുമ്പോൾ എനിക്കത് കാണാനാകുന്നു. ഈ എക്യുമെനിക്കൽ കൗൺസിൽ എല്ലാ സഭകളെയും അതിലേക്ക് മൃഗത്തിന്റെ മുദ്രയിലേക്ക് നയിക്കുന്നു. മാത്രമല്ല റോമൻ ചക്രവർത്തിയെയും അവനും മറ്റുള്ള എല്ലാവരും
എന്തു ചെയ്യുന്നുവെന്ന് നോക്കുവിൻ. നോക്കൂ, അവർ ഒരുമിച്ച് കൂടി വരുന്നു, പ്രകാശത്തെ അടച്ചു കളയുന്നു, സുവിശേഷ പ്രകാശത്തെ അടച്ചു കളയുന്നു. എല്ലാവരും അതിലാകേണ്ടതായും അവരുടെ പ്രകാശം നടക്കേണ്ടതായി വരും, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നടക്കുകയില്ല. നോക്കൂ, നാം അവസാന കാലത്തെത്തിയിരിക്കുന്നു. ദൈവത്തെ മുറുകെ പിടിച്ച് അവനെ വിശ്വസിക്കാതെ അവിടെ ഇനി നമുക്കായി മറ്റൊന്നും അവശേഷിക്കുന്നില്ല. വചനം എല്ലായ്പ്പോഴും ശരിയായിരിക്കുന്നു. ലവോദിക്ക സഭാകാലത്തിൽ മറ്റെല്ലാ സഭാകാലത്തിൽ വെച്ച് ആ ഒരേ ഒരു സഭാകാലത്തായിരുന്നു ക്രിസ്തുവിനെ സഭയിൽ നിന്നും പുറത്താക്കി കളഞ്ഞത്. അവൻ പുറത്തായി മുട്ടിക്കൊണ്ടിരിക്കുന്നു. സംഭവിച്ചതെന്താണ്? ഈ എക്യുമെനിക്കൽ കൗൺസിൽ അതാണ് അതിനെ പുറത്താക്കി കളയാൻ പോകുന്നത്. ബൈബിളിൽ അവൻ പുറത്തായിരിക്കണമെന്ന് പറയുകയും അവൻ ആകുകയും ചെയ്യുന്നു. അതിനെ അടച്ചു കളഞ്ഞ എന്തിനെയാണ്? വചനത്തെ. അവൻ വചനമാകുന്നു. അവൻ എല്ലായ്പ്പോഴും വചനം തന്നെയായിരിക്കും. അവനിന്ന് രാത്രി വചനമായി തുടരുന്നു. അവൻ വചനമാകുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. എബ്രായർ 4-ാം അധ്യായം ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നു. വചനമായിരുന്നു. യേശു വന്നാൾ എന്ന് പറയുമ്പോൾ അത് ആരായിരുന്നു എന്ന് അവർ അറിയണമായിരുന്നു. അവൻ എന്തു ചെയ്തു ശ്രദ്ധിക്കൂ. അവന്റെ മിനിസ്ട്രിയുടെ ആരംഭ നാൾക്കളിൽ ഒരു ദിവസം അവൻ അവിടെ നിൽക്കുകയായിരുന്നു. ശീമോൻ പത്രോസ് എന്ന പേരുള്ള ഒരുവൻ അവന്റെ അടുക്കിലേക്ക് വരികയായിരുന്നു. ശീമോൻ പത്രോസ് അവനെ നോക്കി, പിന്നെ അവനെ കണ്ടു. യേശുവിനോട് പറഞ്ഞു, നീ യോനായുടെ മകനായ ശീമോനാകുന്നു. മോശെ പറഞ്ഞത് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെ പോലെ പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർത്തും. നിങ്ങൾ അവനെ കേട്ടിരിക്കണം. പിന്നെയോ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഇതാ പറയുകയാണ്, നിന്റെ പേർ ശീമോൻ, നിന്റെ പിതാവിന്റെ പേർ യോന. എന്താണ്? അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ അതവൻ അല്ലാതെ മറ്റാരുമാകില്ല എന്നവൻ അറിഞ്ഞിരുന്നു. 100 കണക്കിന് വർഷങ്ങളോളം അവർക്ക് ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ അവനോട് അവൻ ആരായിരുന്നു പറയുന്നു. അവൻ അത് സ്വീകരിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല. ഫിലിപ്പോസ് ആ സമയത്ത് കടന്നുപോയി. പിന്നെ നസറയേലിനെ ഒരു മരച്ചുവട്ടിൽ വെച്ച് കണ്ട് അവനെ യേശുവിന്റെ അടുക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. അവൻ ചോദിച്ചു, റബ്ബി, എന്നെ എവിടെ വെച്ച് നീ അറിയും? അവൻ പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവൻ പറഞ്ഞു, റബ്ബേ, നീ ദൈവപുത്രൻ, നീ ഇസ്രായേൽ രാജാവ്. അത് ആയിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്താണ്? യഹോവ അത് പറഞ്ഞിരിക്കുന്നു. അതിനൊരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. അതിൽ വിശ്വസിക്കാത്തവർ അവിടെ നിന്നിരുന്നു. അവർ പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു ബേൽസബൂബാണ്. അവന് സ്വാധീനിക്കാനുള്ള ഏതോ വിധത്തിലുള്ള തന്ത്രം അവന്റെ പക്കലുണ്ട്. അവൻ ഒരു ഭാവി പറിച്ചുകാരനോ അതല്ല മറ്റെന്തോ ആകുന്നു. യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താ നിങ്ങൾ മനുഷ്യപുത്ര വിരോധമായി പറയുന്ന എന്തും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധത വന്ന് ഇതേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വിരോധമായി പറഞ്ഞാൽ ഈ ലോകത്തിലോ വരാനുള്ള ലോകത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അവൻ നമ്മുടെ ഈ ദിവസത്തിനായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിന് വേണ്ടി പ്രവചിക്കുകയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഓർക്കൂ, മോശയിലുണ്ടായിരുന്നത് അത് യേശുക്രിസ്തുവായിരുന്നു. ദാവീദിലുണ്ടായിരുന്നത് യേശുക്രിസ്തുവായിരുന്നു. ദാവീദ് പുത്രനായ ഒരു തള്ളപ്പെട്ട രാജാവായി ദാവീദ് മലയുടെ മുകളിലേക്ക് പോകുമ്പോൾ യെരൂശലേമിനെ നോക്കിക്കരഞ്ഞു. മറ്റൊന്നുമായിരുന്നില്ല, മറിച്ചോ ക്രിസ്തു അവനിലായിരുന്നു. എന്തെന്നാൽ അതിന് ഏകദേശം 800 വർഷങ്ങൾക്ക് ശേഷം ദാവീദ് പുത്രൻ ഒലീവ് മലയിൽ നിന്നുകൊണ്ട് യെരൂശലേം നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യെരൂശലേമേ, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകുകളിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യോസഫ് ജയിലിലായിരുന്നപ്പോൾ അത് യേശുവായിരുന്നു. അവനെ ഏകദേശം 30 വെള്ളി കാശ് അടുപ്പിച്ച് വിൽക്കപ്പെട്ടപ്പോൾ അത് യേശുവായിരുന്നു. അവനെ പോത്തിഫർ മനുഷ്യനെ നിയമിച്ചപ്പോൾ അത് യേശുവായിരുന്നു. അവനവിടെ ഫറവോന്റെ വലതുവശത്തിരുന്നപ്പോൾ അവൻ കടന്നു വരുന്നേരം സകലരും കാഹളം ധ്വനിക്കും, സകലരും തങ്ങളെ മുട്ടുമടക്കേണ്ടിയിരുന്നു. അത് യേശുവായിരുന്നു. യോസഫിലൂടെ അല്ലാതെ ആർക്കും ഫറവോനടുക്കൽ വരാൻ കഴിയില്ലായിരുന്നു. യേശുവിലല്ലാതെ ആർക്കും ദൈവത്തിനടുക്കൽ വരാൻ കഴിയുന്നതല്ല. അത് യേശുവായിരുന്നു. പ്രവചിക്കപ്പെട്ടിരുന്ന വചനം നിഴലുകളായും മാതൃകകളായും സംസാരിച്ചിരുന്നവ നിറവേറുന്നതായിരുന്നു. യേശുവിന്റെ ഭൂമിയിലായിരുന്നപ്പോൾ പ്രവാചകന്മാർ ചെയ്ത അതേ കാര്യം തന്നെ അവനും ചെയ്തു. അതിനാലാണ് അവൻ ദൈവവചനത്തിന്റെ പ്രത്യക്ഷതയാണെന്ന് അവർ അറിഞ്ഞത്. അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നഥനയേൽ അത് കണ്ടപ്പോൾ അവൻ വീണ്ടും നമസ്കരിച്ചുകൊണ്ട്, നീ ഇസ്രായേൽ രാജാവ്, ദൈവപുത്രൻ, ഇസ്രായേൽ രാജാവ്. ഞങ്ങൾ നിന്നെ അറിയുന്നു, ഒരു മനുഷ്യനും ഇത് ചെയ്യാനാകില്ല. നിക്കോദെമോസ് രാത്രിയിൽ വന്നു പരീശന്മാർക്ക് വേണ്ടിയും ഇതേ കാര്യം തന്നെ പറഞ്ഞു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ അത്രയേറെ അവരുടെ എക്കണോമിക്കൽ കൗൺസിലിനോട് കൊളുത്തിൽ പിടിച്ചിരുന്നതിനാൽ അവർക്ക് സ്വീകരിക്കാനായില്ല. അവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് അവൻ അവതരിപ്പിച്ചു. പറഞ്ഞു, റബ്ബി, ഞങ്ങൾ ആരാണ്? അവരുടെ കൗൺസിൽ. നീ ദൈവത്തിനടുക്കൽ നിന്ന് ഉപദേശം വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന പ്രവർത്തികളെ ആർക്ക് ചെയ്യാൻ കഴിയില്ല. അവർ അത് തിരിച്ചറിഞ്ഞിരുന്നു. അത് ആരായിരുന്നെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ അത്രയേറെ അതുമായി കൊളുത്തിട്ടിരുന്നു. ദൈവം കഴിഞ്ഞ 40 വർഷങ്ങളാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഈ രാജ്യത്തെ കുലുക്കിക്കൊണ്ടിരിക്കുന്നു.
പുരുഷന്മാരും സ്ത്രീകളും ഇന്ന് അതിനെ വെളിയിലായിരിക്കുന്നു. എന്നാൽ അവർ അതേ കാര്യത്തിൽ മറ്റൊരു ദിവസത്തിൽ അതിപ്രഭയിൽ കൊളുത്തിട്ടിരിക്കുന്നു. കാര്യമെന്താണ്? ഓരോരുത്തരും മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ക്രിസ്പെറ്റേറിയനും ലൂഥറനും അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നോക്കൂ, അത് ഒരു അതിപ്രഭയാണ്. അവർ മോശയുടെ അതിപ്രഭയുടെ ദിവസത്തിൽ ജീവിക്കുകയായിരുന്നു. അവൻ എന്ത് പറഞ്ഞു? അവർ പറഞ്ഞു ഞങ്ങൾ മോശ ശിഷ്യന്മാർ. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. മോശെ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ലൂഥറിനെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാലത്തെ പറ്റി അറിയുമായിരുന്നു. നിങ്ങൾ മെത്തോഡിസ്റ്റിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഈ കാലത്തെ കുറിച്ച് അറിയുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു ഈ കാലത്തെ പറ്റി എഴുതിയിരിക്കുന്നു. ഈ കാലത്തിൽ നിറവേറേണ്ടതായിരുന്ന വചനങ്ങൾ ഈ കാലത്തിൽ നിറവേറേണ്ടതുണ്ട്. അത് വ്യാഖ്യാനിക്കാൻ മറ്റാരുടെയും ആവശ്യം വേണ്ട. ദൈവം തന്റെ സ്വന്തം വ്യാഖ്യാനം നടത്തുന്നു. ദൈവം സ്വയം വ്യാഖ്യാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലായ്പ്പോഴും അവൻ എന്താണോ പറഞ്ഞത് അതിനെ സമർത്ഥിക്കുന്നു. അതാണ് അതിന്റെ വ്യാഖ്യാനം. ഇപ്പോൾ യേശു സമയം ലാഭിക്കാനായി വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായം 12-ാം വാക്യം യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അവനത് പറഞ്ഞിരുന്നോ? അത് ശരിയാണ്. അതിന് ഒരു വ്യാഖ്യാനത്തിനും ആവശ്യമില്ല. ആ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ദൈവമായിരിക്കും. തീർച്ചയായും അവൻ അവിടെ ഇതും കൂടെ പറയുന്നു, ലോത്തിന്റെ കാലം സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രൻ വരവെന്ന ആൾക്കാരിലും അവണ്ണം തന്നെയാകും. യേശു അത് പറഞ്ഞു. അവനത് പറഞ്ഞില്ലേ? തീർച്ചയായും അതിന് വ്യാഖ്യാനത്തിന്റെയും ആവശ്യമില്ല. അവർ പറയും, അതെ, അത് അർത്ഥമാക്കുന്നത് അത് അവൻ എന്തു പറഞ്ഞുവോ അത് തന്നെ അർത്ഥമാക്കുന്നു. ലോത്തിന്റെ കാലത്തായിരുന്നതുപോലെ തന്നെ മനുഷ്യപുത്ര വരവെങ്കിലും സംഭവിക്കും. ലോത്തിന്റെ കാലത്തെ പറ്റി എന്താണ്? ഒരു നിമിഷം പിന്നിലേക്ക് ചെന്ന് അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം. അവിടെ ലോത്തിന്റെ കാലത്ത് 3 തരത്തിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വാസി, നാട്യവിശ്വാസി, പിന്നെ അവിശ്വാസി. അത് അതേ കാര്യം തന്നെ ഓരോ കൂട്ടത്തും ഉണ്ടാകും. സോദോമ്യർ അവിശ്വാസികളായിരുന്നു നാം കണ്ടു കഴിഞ്ഞു. ലോത്ത് ഒരു നാട്യവിശ്വാസിയായിരുന്നു. അബ്രഹാം വിശ്വാസിയായിരുന്നു. ഉടമ്പടി തീർച്ചപ്പെടുത്തിയിരുന്നത് അവൻ ഒരുവനായിരുന്നു. ഒരു വാഗ്ദത്തപുത്രനായി കാത്തിരുന്നത് ആ ഒരുവൻ മാത്രമായിരുന്നു. അവൻ മാത്രമായിരുന്നു അതിനെ പ്രതീക്ഷിച്ചിരുന്നത്. ആമേൻ. എന്നെ സ്വയം ഞാൻ ആമേനാക്കുന്നതല്ല. ആമേൻ എന്നാൽ അങ്ങനെ സംഭവിക്കട്ടെ. അത് ശരിയാണ്. അബ്രഹാം സോദോമിലായിരുന്നില്ല. അബ്രഹാം സോദോമിന് മേലെ പുറത്തായിരുന്നു. അവൻ ഇന്നുള്ള ആത്മീയ സഭയ്ക്ക് മാതൃകയായിരിക്കുന്നു. ലോത്ത് അപ്പോഴും സോദോമിനുള്ളിലുള്ള ഒരു വിഭാഗീയ സഭയുടെ മാതൃകയാകുന്നു. ബൈബിൾ അത് പറഞ്ഞ് ശ്രദ്ധിക്കൂ. സോദോമിന്റെ പാപങ്ങൾ തന്റെ നീതിയുള്ള മനസ്സിനാൽ ദിവസേന നൊന്തിരുന്നു. അതിന് വിരുദ്ധമായി നിലകൊള്ളാൻ അവന് ധൈര്യമില്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾ നീളം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും പുരുഷന്മാർ ഇമാതിരിയുള്ളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല കൂട്ടം ജനം ഇന്ന് ഒരു സഭയിലിരിക്കുന്നു. അവരുടെ അംഗങ്ങൾ ദേവാലയത്തെ സംബന്ധിക്കുന്നതിന് പകരം ഞായറാഴ്ചകളിൽ ഗോൾഫ് കളിക്കാനും വിനോദ പാർട്ടികൾക്കും നീന്തുകയും മറ്റും ചെയ്യാനും പോകുന്നു. സഭയിൽ സംബന്ധിക്കുന്നതിന് പകരം ബുധനാഴ്ച രാത്രി വീട്ടിലിരുന്ന് ടെലിവിഷൻ കാണുന്നു. അവർക്ക് അതിനെക്കുറിച്ച് മറ്റൊരു വിധത്തിൽ അനുഭവപ്പെടുന്നു. എന്നാൽ ബോർഡ് അവരെ പുറത്താക്കി കളയുന്നു. കാരണം എന്താണ്? അത് വീണ്ടും ലോത്താകുന്നു. തന്റെ ജനാലയുടെ പാപത്തെ നോക്കി കാണുകയും പാപമെന്ന് വിളിക്കാൻ ഭയപ്പെടുകയും ചെയ്യുന്നു. പാപം. അബ്രഹാം അവരുടെ വഷളായ അവസ്ഥയിലായിരുന്നില്ല. അവൻ അതിന് പുറത്തായിരുന്നു. അവൻ ഒരു ആത്മീയ സഭയുടെ മാതൃകയായിരുന്നു. ഇപ്പോൾ അവസാന സമയമായപ്പോൾ ഇത് സംഭവിച്ചു നോക്കൂ. തീ വീഴുന്നതിന് തൊട്ടു മുമ്പ് അവരെല്ലാം ജാതികളായിരുന്നു. അത് ഇന്ന് ജാതീയ ലോകത്തിന്റെ മേൽ തീ വീഴാൻ പോകുന്നു എന്നുള്ളതിന്റെ മുൻകൂറി അടയാളത്തെ കാണിക്കുന്നു. രാജ്യങ്ങൾ തകരുമ്പോൾ അവയെ കത്തിച്ചു കളയുന്നതായിരിക്കും. ആകാശങ്ങളെ തീയാൽ അമർത്തും കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല അവയെ വെന്തുപോകുന്ന തീയാൽ കത്തിയരിയിച്ചു കളയും. ഇത് അതിനൊരു മുൻകുറിയായിരുന്നു. ഇപ്പോൾ നമുക്കതിനെ വർണ്ണിക്കാം. ഇവിടെ അബ്രഹാം ആദ്യം തന്നെ പുറത്താണ്, സോദോമിലല്ല. അവൻ സോദോമിന് വെളിയിലായിരുന്നു. അപ്പോഴും ലോത്ത് സോദോമിലായിരുന്നു. വിചിത്രമായ കാര്യം, ഒരു ചൂടുള്ള പ്രഭാതത്തിൽ അതൊരു പക്ഷേ 11-ാം മണി നേരമായിരിക്കാം. 3 മനുഷ്യർ വരുന്നത് അവൻ കാണുന്നു. സാധാരണ മനുഷ്യർ വഴിയിലൂടെ പാതയിലൂടെ നടന്നു വരുന്നു. അബ്രഹാം ഒരു കരിവേലകത്തിന് ചുവട്ടിലിരുന്ന് തന്നെത്താൻ വിശ്രമിക്കുകയായിരുന്നു. ഏകദേശം ഉച്ചനേരമായതിനാൽ അന്ന് രാവിലെ നേരം കന്നുകാലി കൂട്ടങ്ങളുമായി കടന്നു വന്ന് പുറംവശത്ത് ഇരുന്നതാകാം. 3 മനുഷ്യർ വരുന്നതായി അവൻ കാണുന്നു. ആ മനുഷ്യരെ പറ്റി അതിലെന്തോ ഉള്ളതായി ഒരു മണി മുഴക്കപ്പെട്ടു. ഓ, എന്റെ സദാസമയവും ദൈവത്തെക്കുറിച്ച് അത് മനുഷ്യരിലേക്ക് കടന്നു വരുമ്പോൾ എന്തോ ചിലതുള്ളതായി കാണുന്നു. അത് ഒരു മണി മുഴക്കുന്നു. അവർ അതറിയുന്നു. അവിടെ അവരോട് എന്തോ ചിലത് പറയുന്നു. അവിടെ ഒരു സമർത്ഥിക്കലുണ്ട്. അബ്രഹാം പെട്ടെന്ന് ഓടിച്ചെന്ന് എന്ന് പറഞ്ഞു, എന്റെ കർത്താവെ, കടന്നു വരൂ. ഞാൻ ഒരല്പം വെള്ളം കൊണ്ടുവന്ന് നിന്റെ കാലുകളെ കഴുകട്ടെ. പിന്നെ നിനക്കൊരു മുറി അപ്പം കൊണ്ടുവരാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. അങ്ങനെ അവൻ ആ വശത്തേക്ക് തിരിഞ്ഞ് അവൻ കന്നുകാലി കൂട്ടുകടയിലേക്ക് ഓടിച്ചെന്ന് ഒരു കാളക്കുട്ടിയെടുത്തു. അതിനെ കൊന്ന് ഒരു ബാല്യക്കാരന്റെ കയ്യിൽ അതിനെ അവൻ പാകം ചെയ്യാൻ ഏൽപ്പിച്ചു. അവന്റെ കീഴ്ഭാഗത്തുണ്ടായിരുന്ന കൂടാരത്തിലേക്ക് ഓടിച്ചെന്ന് കയറി സാറയോട് ക്ഷണത്തിൽ മാവെടുത്ത് കുഴച്ച് കുറച്ചുണ്ടാക്കുക, അഥവാ ചില ഭക്ഷണം, ഒരു വിധത്തിൽ അപ്പമുണ്ടാക്കുക.
അടുപ്പിലിട്ടുണ്ടാക്കുന്ന അപ്പം എന്ന് പറഞ്ഞു. അവയെ കൊണ്ടുവന്നു വിളമ്പി. അവൻ അവിടെ ഇരുന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ സോദോമിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അവൻ പറഞ്ഞു, ഓർക്കൂ, അവർ രണ്ടുപേർ സോദോമിലേക്ക് പോയി. രണ്ടുപേർ സോദോമിലേക്ക് പോയി. ദയവായി ഇത് വിട്ടുകളയരുത്. യേശു എന്ത് പറഞ്ഞിരുന്നോ അതിനെയാണ് ഞാൻ പരാമർശിക്കുന്നത്. ലോത്തിനെയും അവിടെ നിന്ന് പുറത്തേക്ക് വരാൻ എന്തെല്ലാം തയ്യാറായിരുന്നോ അവയെ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് അവർ രണ്ടുപേർ അവിടേക്ക് പോയത്. അവരിൽ രണ്ടുപേർ അവിടെ കടന്നുപോയി, കടന്നു എന്ന് പ്രസംഗിച്ചു. ഒരുവനോ അവിടെ അബ്രഹാമിന്റെ അടുക്കൽ പോകാതെ നിന്നു. അവൻ ചെയ്ത അടയാളം ശ്രദ്ധിക്കൂ. അവർക്ക് അവിടെ ഒരു അടയാളം ലഭിച്ചിരുന്നു. അവരായിരുന്നു ആ സോദോമിനെ അന്ധരാക്കി. സുവിശേഷം പ്രസംഗിക്കുന്നത് എപ്പോഴും അവിശ്വാസിയെ അന്ധത പിടിപ്പിച്ചു. മാത്രമല്ല എന്തു ചെയ്തെന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഇവിടെ പിന്നിലായി നിന്നിരുന്ന ഒരുവൻ അബ്രഹാമിന് മുന്നിൽ അടയാളം ചെയ്ത് കാണിച്ചു. ഇപ്പോൾ ഏത് ചരിത്രകാരനായാലും ചരിത്രത്തെ പിന്തുടർന്നോ തിരുവചനത്തെ പിന്തുടർന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ വിഭാഗീയ സഭകളിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്ന് ലോകത്തിലെ നാമത്തെ സഭകളിലേക്ക് ഒരു മനുഷ്യൻ കടന്നുപോയ ചരിത്രം സഭാകാലത്തുടനീളം ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് അവിടെ അബ്രഹാമിനെ പോലെ HAM എന്ന് പേരോടുകൂടി അവസാനിക്കുന്നുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് അവർക്ക് ഒന്ന് കിട്ടിയിരിക്കുന്നു, GRAHAM. അത് ശരിയാണ്. അവിടേക്ക് പോകുന്നു, അവരെ പുറത്തേക്ക് വിളിക്കുന്നു. അവൻ അതിനാൽ ഒരു അതിശയകരമായ ജോലി ചെയ്യുകയാണ്. ബില്ലി ഗ്രഹാം, ദൈവത്തിന്റെ ദാസൻ, രാഷ്ട്രീയക്കാരുടെയും വിഭാഗീയ സഭകളുടെയും അങ്ങനെയുള്ളവരുടെയും മറ്റുമിടയിലായി അതിനെ തവിടുപൊടിയാക്കുന്നു. കഴിഞ്ഞ ദിവസം അവൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നിൽക്കാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ അവൻ അതിനെ ദാക്ഷിണ്യം കൂടാതെ നിരസിച്ചു കളഞ്ഞു. അതിന് ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. എന്താണ് ആ വിസ്കി കമ്പനികൾ അവന്റെ ഓട്ടത്തിന്റെ ആദ്യ പാദത്തിൽ പോലും അവനെ തൊടാൻ അനുവദിക്കില്ലായിരുന്നു. അവർ $1000 കോടി ചെലവഴിക്കുന്നു. എന്തെന്നാൽ അവൻ ഏത് വിധേനയും ആ സിഗരറ്റ് കമ്പനികളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയും അവരെ പുറത്താക്കി കളയും. നോക്കൂ, അവൻ അവിടെ സോദോമിനിടയിലെ ദൈവത്തിന്റെ ദൂതനാണ്. അത് കൃത്യമാകുന്നു. എന്നാൽ ഓർക്കൂ, അവിടെ ഒരുവൻ അബ്രഹാമിനോടൊപ്പം നിന്നിരുന്നു. മറ്റൊരു മനുഷ്യൻ അവിടെ പ്രസംഗിക്കാൻ കടന്നുപോയ അവിടെ കടന്നുപോയിരുന്ന രണ്ട് നൂതന സുവിശേഷകന്മാരെ പോലെയല്ല. ശ്രദ്ധിക്കൂ, അവിടെ തന്നെ ഒരുവൻ നിന്നു. രണ്ടുപേർ ആ വഴിയായി പോയി. ഇവിടെ ഒരുവൻ അബ്രഹാമിന്റെ അടുക്കൽ താമസിച്ചു. പിന്നെ അബ്രഹാമിന്റെ അടുക്കൽ നിന്നിരുന്നവൻ അവന് ഒരു അടയാളം കൊടുത്തു. നോക്കൂ, ഇപ്പോൾ അവന്റെ പേർ അബ്രാം എന്നായിരുന്നു. അവന്റെ ഭാര്യയുടേത് സാറായി എന്നും. അതിന് തൊട്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ ദൈവം അവന് പ്രത്യക്ഷമായതിനു ശേഷം അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ പേർ അബ്രാമിൽ നിന്ന് അബ്രഹാം എന്ന് മാറ്റുകയാണ്. നോക്കൂ, GRAHAM 6 അക്ഷരങ്ങൾ, മനുഷ്യൻ. എന്നാൽ ABRAHAM 7 അക്ഷരങ്ങൾ അവസാനിക്കുന്നത് ഒരു HAM. ഇപ്പോൾ ഇവിടെ മുകളിലെ ആത്മീയസഭ അബ്രഹാമിന്റെ അടുത്തുള്ളവൻ അവൻ പറഞ്ഞത് എന്താണ് ശ്രദ്ധിക്കൂ. അവൻ പറഞ്ഞു, അബ്രഹാം, അബ്രാം എന്നല്ല, അബ്രഹാം നിന്റെ ഭാര്യ എവിടെ? SARRA എന്നല്ല, SARAH, നിന്റെ ഭാര്യയായ സാറ എവിടെ? അവൻ എന്ത് പറഞ്ഞു ശ്രദ്ധിക്കൂ. അവൾ നിന്റെ പുറകിൽ കൂടാരത്തിലുണ്ട്. പിന്നെ അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സന്ദർശിക്കും, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുന്നു. ആ വ്യക്തിപരമായ സർവനാമത്തെ നോക്കൂ. ആ ഏകനെ അവൻ ചെയ്തിരുന്ന വാഗ്ദത്ത പ്രകാരം അത് ദൈവമായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സന്ദർശിക്കാൻ പോകുകയാണ്. സാറയോ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും, അവൾ തന്നെത്താൻ കുപ്പായത്തിന്റെ കൈമറച്ച് പിടിച്ചുകൊണ്ട് ചിരിച്ചു. അവൾ പറഞ്ഞു, ഒരു വൃത്തിയായ സ്ത്രീയായ എനിക്കോ എന്റെ യജമാനനും 100 വയസ്സ് ചെന്നു. അത് അബ്രഹാമായിരുന്നു. വയസ്സെന്നിരിക്കുന്നു. ചെറുപ്പമായിരുന്നപ്പോഴേ ജീവോത്പാദന ശേഷി കഴിഞ്ഞു പോയിരിക്കുന്നു. പറഞ്ഞു, എന്താണ്, ഞാനും അവനും വയസ്സെന്നിരിക്കുന്നു. അത്തരത്തിലുള്ള സംതൃപ്തി ഇനി ഒരിക്കലും ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ പറഞ്ഞു, ഞങ്ങൾക്കതുണ്ടാകില്ല. പറഞ്ഞു, എങ്ങനെ? ഇവയൊന്നും സംഭവിക്കുകയില്ല. ആ മനുഷ്യ ശരീരത്തിലെ ദൈവം പറഞ്ഞു, ഈ കാര്യങ്ങളെ പറയുമ്പോൾ സാറ സംശയിച്ചുകൊണ്ട് ചിരിച്ചത് എന്താണ്? അവന്റെ പുറകിൽ കൂടാരത്തിൽ. ഇപ്പോൾ ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിനും അത്രകൾ മിനിസ്ട്രിയല്ലേ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ശ്രോതാക്കളെ നോക്കി അവരുടെ വിചാരങ്ങളെ ഗ്രഹിച്ചിരുന്നു. അവൻ പത്രോസിനോട് അവന്റെ പേരെന്താണെന്നും അവന്റെ പിതാവിന്റെ പേരെന്താണെന്നും പറഞ്ഞു. നഥനയേലിനോട് പറഞ്ഞു. കിണറ്റിന്റെ സ്ത്രീകൾ പറയുന്നു. അവൾ പറയുന്നതരം അവൻ പറഞ്ഞു, പോയി എനിക്കല്പം വെള്ളം കൊണ്ടുവരൂ, അഥവാ എനിക്കല്പം വെള്ളം കൊണ്ടുവരൂ. അവൾ പറഞ്ഞു, യജമാനനെ, യഹൂദന്മാരായ നിങ്ങൾ ശമരിനോട് സംസാരിക്കുന്ന സമ്പ്രദായമില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും തമ്മിൽ സമ്പർക്കമില്ല. അവൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവനായിരുന്നു നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് കൂടി ഇപ്പോൾ ചോദിക്കുമായിരുന്നു. ആ സംഭാഷണം നീണ്ടുപോയിക്കൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, പോകൂ, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരൂ. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അവൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, യജമാനനെ, മറ്റൊരു കാലത്തിന്റെ അതിപ്രഭയിൽ ജീവിച്ചിരുന്ന ആ കൗൺസിലിലെ അന്നത്തെ പുരോഹിതന്മാരും
അതും അവരുമായുള്ള വ്യത്യാസം ശ്രദ്ധിക്കൂ. അവർ പറഞ്ഞു അതൊരു പിശാചാണ്. അവർ തങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരു ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അത് ആവശ്യമായിരുന്നു. എന്നാൽ ഈ പാവം പിടിച്ച സ്ത്രീയിൽ അതെന്തു ചെയ്തു? ആ മുൻകുറിക്കപ്പെട്ട വിത്ത് അവളുടെ ഹൃദയത്തിലിട്ടിരുന്നു. അവൾ ആ ചപ്പു ചവർന്നാൽ ക്ഷീണിച്ചും സുഖമില്ലാതെ വരുന്നു. അവൾ ഒരു വേശ്യയായി തീർന്നു, തെരുവിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ അവളത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് 400 വർഷങ്ങളായി അങ്ങനെ ഒരുവനില്ല. മിശിഹ വരുമ്പോൾ ഈ കാര്യങ്ങൾ അവൻ ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഓ, എന്റെ അവിടെ കിടന്നിരുന്ന വിത്ത് ജീവങ്കലേക്ക് ചാടി എഴുന്നേറ്റു. എന്തുകൊണ്ടാണ്? അതിന് ഒരു വ്യാഖ്യാനത്തിന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെ അവൻ. അതിന് ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. അവൻ തന്നെയാണ് ആ മിശിഹ എന്ന് അത്ഭുതം ചെയ്തുകൊണ്ട് അതിനെ തെളിയിച്ചു കാണിച്ചു. ആമേൻ. എന്താണോ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നത് അതിനെ കൃത്യമായി സാക്ഷീകരിച്ചു. മോശ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അതെന്തായിരുന്നു? തിരുവചനത്തിന്റെ ഒരു സമർത്ഥനം. അതെന്തായിരുന്നു? തിരുവചനത്തിന്റെ ഒരു സമർത്ഥനം. അവൾ പട്ടണത്തിലേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, വരൂ, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ കാണൂ. അവൻ ആയിരിക്കില്ല ക്രിസ്തു, ഇതായിരിക്കില്ല അവൻ. ഞാൻ എന്തു ചെയ്തെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, തന്റെ പുറകുവശം കൂടാരത്തിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് സാറ എന്താണ് കൂടാരത്തിനകത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ അതേ മനുഷ്യൻ യേശു അതവനായിരുന്നു. എബ്രായർ 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അതായത് അവൻ ഇത് പറയുകയാണ്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വള്ളക്കാലും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കുവരെ തുളച്ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. അത് വചനമാണ്. പിന്നെ ഒരു പ്രവാചകൻ കാഴ്ചയിൽ വരുന്ന ഓരോ വേളയിലും അവൻ വചനവുമായി വരികയും അവൻ ആ കാലത്തിന്റെ വചനവും ആയിരിക്കുന്നു. അത് എന്ത് ചെയ്യുന്നു? ഹൃദയങ്ങളെ വിവേചിക്കാനും ഭാവിയിൽ സംഭവിക്കാനുള്ള വിളിച്ചു പറയാൻ കഴിയുന്നവനുമാകുന്നു. അത് യേശുക്രിസ്തു ചെയ്തിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ വചനത്തിന്റെ പൂർണ്ണതയായിരുന്നു. യേശു പറഞ്ഞു, സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവൻ നാൾക്കളിലും സംഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലേക്ക് വന്ന് സാമൂഹ്യ ജീവിയായ മനുഷ്യരൂപത്തിലാകും. ദൈവം ജഡത്തിൽ പ്രത്യക്ഷമായി. ആമേൻ. നിങ്ങൾക്കത് കാണാനാകുന്നില്ലേ? പിന്നെയോ ദൈവം മനുഷ്യ ശരീരത്തിലായിക്കൊണ്ട് സോദോമിൽ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യുന്നു. ഓർക്കൂ, അവർ ആ വാഗ്ദത്ത പുത്രനായി കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല, അത് കഴിഞ്ഞ ഉടൻ തന്നെ ആ വാഗ്ദത്ത പുത്രൻ കടന്നു വന്നു. വാഗ്ദത്ത പുത്രൻ കടന്നു വരുന്നതിന് മുമ്പ് സോദോമിലും അബ്രഹാമും കണ്ട അവസാന അടയാളം അതായിരുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചോ? ഇപ്പോൾ ആത്മീയ സഭ ആ മണിക്കൂറിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ആരോ ഒരാൾ ചോദിച്ചു, ബ്രദർ ബ്രൺഹാം, അത് ദൈവമായിരുന്നു എന്നാണോ താങ്കൾ പറയുന്നത്? അത് ദൈവമായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യമില്ല. അവൻ ഏലോഹിമായിരുന്നു. അങ്ങനെയാണ് അബ്രഹാം അവനെ വിളിച്ചത്. ഏതൊരു ബൈബിൾ വായനക്കാരനും അതറിയാം. ഏലോഹി, ആ സർവജ്ഞനായ ഒരുവൻ. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു, ആരംഭവും അവസാനവും. ഏലോഹീം. അബ്രഹാം അവനെ ഏലോഹീം എന്ന് വിളിച്ചു. ദൈവം എബ്രായ ഭാഷയിലെ വലിയ അക്ഷരങ്ങൾ ഏലോഹീം. ആരംഭത്തിൽ നിന്നതുപോലെ ദൈവം ഏലോഹീം. മനുഷ്യ വസ്ത്രങ്ങൾ ധരിച്ച് മനുഷ്യരുടെ ആഹാരം കഴിക്കുന്ന അവൻ ജഡത്തിൽ വെളിപ്പെട്ട ഏലോഹീമായിരുന്നു. ആമേൻ. ഒരു അടയാളം. അത് അവസാന നാളുകളിൽ ദൈവം തന്റെ ജനങ്ങളിൽ മനുഷ്യരീരത്തിൽ വീണ്ടും പ്രത്യക്ഷമാകുന്നു. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. മാത്രമല്ല, സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവൻ നാൾക്കളിൽ സംഭവിക്കും. ആമേൻ. അതിന് ഒരു വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. അതിന് പ്രത്യക്ഷമാക്കലാണ് ആവശ്യമായിരിക്കുന്നത്. അതാണ് അതിന്റെ ആവശ്യം. ആമേൻ. നിങ്ങളത് വിശ്വസിക്കുന്നുവോ? നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നീ നൽകിയിരുന്ന ഈ വക കാര്യങ്ങളായ അങ്ങയുടെ വാഗ്ദാനത്തെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. നീ അവയെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിന്റെ വചനത്തെ ജീവിപ്പിക്കാനായി നിനക്കല്ലാതെ മറ്റാർക്കും കഴിയുന്നതല്ല. പ്രകാശമുണ്ടാകട്ടെ എന്ന് നീ പറഞ്ഞു. അവിടെ പ്രകാശമുണ്ടായി. അതിനെ വ്യാഖ്യാനിക്കാനായി ആരുടെയും ആവശ്യമില്ല. അത് പ്രത്യക്ഷമായി വന്നു. പ്രവാചകനെ ശയ്യാവിൽ നിന്ന് ഞങ്ങൾ ഉത്തരിച്ചതുപോലെ ഒരു കന്യാഗർഭിണിയാകും. അവൾക്കതുണ്ടായി. ഒരു പ്രകടനത്തിന്റെ കാര്യമുണ്ടായില്ല, അവൾക്കതുണ്ടായി. അതാണ് അവിടെ സംഭവിച്ചത്. നീ പറഞ്ഞു, അവൻ വരുമ്പോൾ അവൻ ബെത്ലഹേമിൽ ജനിക്കേണ്ടതുണ്ട്. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരിക്കുന്നില്ലേ? ഇസ്രായേൽ അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ ഈ കാര്യങ്ങളെ ചെയ്യും. അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ എന്ത് വിളിച്ചു പറയും? അവൻ എങ്ങനെ കുറ്റാരോപണം ചെയ്യപ്പെടും? അവന്റെ കാലുകളെയും കൈകളെയും തുളയ്ക്കും. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടുപ്പിനാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ അവന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എന്റെ പരിശുദ്ധനെ ദ്രവത്തെ കാണുവാൻ സമ്മതിക്കുമില്ല. ദാവീദ് പറഞ്ഞത് എങ്ങനെ? മാത്രമല്ല, 3-ാം നാൾ 72 മണിക്കൂർ കടന്നു വന്ന് അവന്റെ ശരീരത്തെ ദ്രവിപ്പിക്കാൻ തുടങ്ങും മുമ്പ് ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കും.
അവന്റെ ശരീരത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നവർ പറഞ്ഞു. അവർ ഇന്നും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. അത് പ്രത്യക്ഷമായി വന്നിരുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഇവിടെയായിരിക്കുന്നു. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. നീ എന്നും ആയിരുന്നതുപോലെ ഇവിടെ ഇന്നും രാത്രിയിലും യേശു ക്രിസ്തു തന്നെയായിരിക്കുന്നു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, നീ സ്വയം തന്നെ പ്രത്യക്ഷമാക്കാനാകും വിധത്തിലെ കൈകളും കാലുകളും വായും പ്രാണനും ശരീരങ്ങളും മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത് കാണാൻ സഹായിക്കണമേ. അവൻ കടന്നു വരട്ടെ. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം ആ യവനന്മാർ ദാഹത്തോടെ കടന്നു വന്നതുപോലെ അത് കഴിയുമ്പോൾ സംഭവിക്കാനിട വരട്ടെ. മാത്രമല്ല, അവർക്ക് അവനെ കാണാൻ സാധിച്ചു. അവർ അവന്റെ മേൽ നോക്കുമ്പോൾ അവർക്ക് എപ്രകാരം ഒരു രോമാഞ്ചം ഉണ്ടായി കാണും. ദൈവമേ, നീ ഇന്നും മാറ്റമില്ലാത്തവനാണ്. പിന്നെയോ, ഞങ്ങൾക്ക് ദാഹിക്കുന്നെങ്കിൽ ഞങ്ങൾ നിന്നെ കാണുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, ലോകം എന്നെ കാണുകയില്ല, അവിശ്വാസി. എന്നാൽ നിങ്ങളോ എന്നെ കാണും. എന്നാൽ ഞാൻ നിങ്ങളിലും ലോകാവസാനം വരെയും നിങ്ങളുടെ കൂടെയും ഇരിക്കും. നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, വചനം അരുളി ചെയ്തിരിക്കുന്നു, അതെഴുതിയിരിക്കുന്നു. ഇപ്പോൾ അത് ദൈവമഹത്വത്തിനായി അവൻ തന്റെ വചനത്തെ കാക്കുന്നു എന്ന് കാണിക്കാൻ അത് സംഭവിക്കാനിട വരട്ടെ. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാർത്ഥന നിലവിളിക്കാൻ പോവുകയാണ്. 1 മുതൽ 100 വരെയോ അതല്ലെങ്കിൽ അങ്ങനെ എന്തോ പ്രാർത്ഥനാ കാർഡുകൾ കൊടുത്തിട്ടുണ്ടെന്ന് ബില്ലിയനോട് പറഞ്ഞിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അവൻ ഇവിടെ ഇപ്പോൾ ഇല്ല ആകുന്നു. പ്രാർത്ഥനാ കാർഡ് നമ്പർ എത്രയാണ്? ആരെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനാ കാർഡിന്റെ പിൻവശത്ത് അവിടെ ഒരു അക്ഷരം ABCD അല്ലെങ്കിൽ ഒരു നമ്പർ കാണും. അതെന്താണ്? എ. ശരി, നമുക്ക് എ എടുക്കാം. നമ്പർ 1, 2, 3, 4, 5. ഇവിടെ എങ്ങനെ മുകളിൽ വന്ന് നിൽക്കാൻ തുടങ്ങൂ? എ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4. അതവിടെ എഴുന്നേറ്റാൻ ഞാൻ കണ്ടില്ല. പ്രാർത്ഥനാ കാർഡ് നമ്പർ 4, 1, 2, 3. പ്രാർത്ഥന. ഒരുപക്ഷെ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവർ കഴിയുന്നില്ലെങ്കിൽ ആരെങ്കിലും തങ്ങൾ നടത്തിയാലിന്റെ കാർഡിലേക്ക് നോക്കിയാലും അയാളുടെ മക്കൾ കാർഡ് കാണും. പക്ഷേ എഴുന്നേൽക്കാനാകുന്നില്ലായിരിക്കാം. ഇപ്പോൾ വളരെ വേഗം 4 അത് അവിടെയുണ്ട്. 5 പ്രാർത്ഥനാ കാർഡ് നമ്പർ 5, 6, 7, 8, 9, 10, 11, 12. നിങ്ങളുടെ നമ്പർ വിളിച്ചവിടെ തന്നെ ഇവിടെ കടന്നു വരാൻ തുടങ്ങണം. നമ്പർ 1, 2, 3 ഈ വഴിയായി കടന്നു വന്നാലും പ്രാർത്ഥനാ കാർഡ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് വരണം. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അവിടെ ആരെങ്കിലും കഴിയാ? അവിടെ പിന്നിൽ ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ ചക്രക്കസിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. മകനെ, നിന്റെ നമ്പർ വിളിച്ചില്ലെങ്കിലോ പിന്നെ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിലോ അതെ, നിന്റെ കൈ ഒന്ന് ഉയർത്തു. നിന്നെ ഇവിടെ കൊണ്ടുവരാനാകുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. കാണുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പ്രാർത്ഥനാ കാർഡ് കിട്ടിയിട്ടില്ല, എന്നാൽ ഇപ്പോൾ രോഗിയാണ്. അങ്ങനെ എത്ര പേരുണ്ട്? എവിടെയായാലും ശരി, നിങ്ങളുടെ കൈകളെ കാണട്ടെ. ശരി, ഇവിടെ അത് ശരിയാണ്. നിങ്ങളുടെ കൈ ഉയർത്തി കാട്ടിയാലും നിങ്ങൾ വിശ്വസിക്കുന്നു അവർ ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന നേരത്തിൽ നിങ്ങളിത്, അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യാകുമെന്ന് വിശ്വസിക്കുന്നു. എത്ര പേർ? ഈ ധർമ്മോപദേശികളെ ശ്രദ്ധിക്കൂ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് തിരുവചനം പറയുന്നില്ലേ? സഹോദരന്മാരെ, അത് ശരിയല്ലേ? അത് എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ കൈ ഉയർത്തുമോ? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാനാകുന്ന ഒരു മഹാപുരോഹിതനാണ് അവൻ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്നും ബൈബിൾ പിന്നെയും പറയുന്നെങ്കിൽ അതെത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് അവൻ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു? അവൻ ഇന്നലെ പ്രവർത്തിച്ചതുപോലെ തന്നെ ഇന്നും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ശരിയല്ലേ? ഇന്ന് രാത്രിയിൽ അവൻ എവിടെയാണ്? അവന്റെ ശരീരം മഹത്വത്തിൽ വലത്ത് ഭാഗത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ കെട്ടിടത്തിനുള്ളിൽ അവനെ പ്രസിദ്ധമാക്കാനായി ആയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ഇപ്പോൾ നോക്കൂ. ഒരു നാൾ ഒരു സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പിൽ തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കിങ്ങനെ പറയാം, അവളുടെ പക്കൽ ഒരു പ്രാർത്ഥനാക്കാർ ഉണ്ടായിരുന്നില്ല, എന്നാൽ അവൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. പിന്നെയോ അവൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശു ചുറ്റും തിരിഞ്ഞിട്ട് എന്നെ തൊട്ടതാണെന്ന് ചോദിച്ചു. പത്രോസ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു, എന്താ കർത്താവേ, അത് ബുദ്ധിപൂർവമായ ചോദ്യമായി കേൾക്കുന്നില്ല. എന്തെന്നാൽ എല്ലാവരും നിന്നെ തൊടാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നെ തൊട്ടതാർ എന്ന് നീ ചോദിക്കുന്നത്? അവൻ പറഞ്ഞു, എന്തെന്നാൽ ഞാൻ ബലഹീനപ്പെട്ടതുപോലെ മനസ്സിലാക്കുന്നു. അത് എത്ര പേർ അറിയുന്നു? ശക്തി, അതിന്റെ അർത്ഥം ബലം എന്നാണ്. അവനിൽ നിന്നും പുറത്തുപോയി. ഞാൻ ക്ഷീണിച്ചു പോയി. ആരോ എന്നെ വ്യത്യസ്ത രീതിയിൽ തൊട്ടിരിക്കുന്നു. മാത്രമല്ല, ആ വിശ്വാസ ദിശ എവിടെ നിന്നായിരുന്നു എന്ന് കാണും വരെ അവൻ ശ്രോതാക്കളെ ചുറ്റിത്തിരിഞ്ഞു നോക്കി. എല്ലാവരും അവനെ അവരുടെ കൈകളെ ചുറ്റിപ്പിടിക്കുകയായിരുന്നു. ഓ റബ്ബി, ഞങ്ങൾ ഇന്നലെ വിശ്വസിക്കുന്നു. പിന്നെയോ
ഇതെല്ലാം ചെയ്യുന്നു. എന്നാൽ അവിടെ ആരോ യഥാർത്ഥമായി എന്ന് വിശ്വസിച്ചു. മാത്രമല്ല, അവൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ അവൾ സൗഖ്യമായി എന്ന് വിശ്വസിച്ചു. എന്തെന്നാൽ അവൾക്ക് തൊടാനായാൽ എന്ത് സംഭവിക്കുമെന്ന് അവൾ തന്റെ ഹൃദയത്തിൽ പറഞ്ഞിരുന്നു. അവൻ ചുറ്റും തിരിഞ്ഞിട്ട് ശ്രോതാക്കളിൽ നിന്നും അവളെ കാണുന്നവർ നോക്കി. എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു അവൾ രക്തസ്രാവം നിന്ന് പോയെന്നും അവൾ സൗഖ്യമായെന്നും അവളോട് പറഞ്ഞു. അത് ശരിയല്ലേ? ഇപ്പോൾ ശ്രോതാക്കളായിരുന്ന ജനങ്ങളുടെ അവൻ അവണ്ണം പ്രവർത്തിച്ചത്. ഇപ്പോൾ അവൻ മരിച്ചിട്ടില്ലെന്ന് ഞാൻ അവകാശപ്പെടുകയാണ്. അവൻ എന്നും ആയിരുന്നതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, ബൈബിൾ പറയുന്നു, സ്വയം യേശു തന്നെ പറയുന്നു, മനുഷ്യപുത്രന്റെ വരവിൽ നാൾക്കളോ സോദോമിന്റെ നാൾക്കൾ എന്ന പോലെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, ഇവിടെ മുകളിലായി ദൈവത്തിന് ഏത് വിധത്തിലുള്ള ദാനമാണുള്ളത് അതിനെ പ്രതികരിക്കാൻ അവിടെ താഴെയും ഒന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ ഒരു പട്ടണത്തിലേക്ക് ചെന്ന് അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം പ്രവർത്തിക്കാനായില്ല. അത് ശരിയല്ലേ? ഇന്നും അതുപോലെ തന്നെ നിങ്ങൾ അവനിൽ വിശ്വസിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന ഏകമാർഗം അതാണ്. പ്രാർത്ഥന തയ്യാറായോ? ഇപ്പോൾ ഏകദേശം 10 നിമിഷത്തേക്ക് വളരെ ഭയഭക്തിയോടിരിക്കണം. എനിക്ക് ഇതിലൂടെ കടക്കാനാകുമോ എന്നറിയില്ല. ഇവിടെ 25 അഥവാ 30 പേർ എന്റെ അടുക്കൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു അപരിചിതനാണ്. നിങ്ങളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല എന്നറിയാവുന്ന പ്രാർത്ഥനാ നിലയിലുള്ള എല്ലാവരും തങ്ങളുടെ കൈ ഉയർത്തി കാട്ടിയാലും, പ്രാർത്ഥനാ നിലയിലെ ഓരോരുത്തരും, ഇവിടെ ശ്രോതാക്കളായി നിലയിലല്ലാത്തുള്ളവർ, എനിക്ക് നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നറിയാവുന്നവർ തങ്ങളുടെ കൈ ഉയർത്തിയാലും, ഇപ്പോൾ സുഹൃത്തുക്കളെ നോക്കൂ, ഇവിടെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ കാര്യം. ഇപ്പോൾ ഇവിടെ തന്നെ ഈ പ്രസംഗവേദിയിൽ എല്ലാ ധർമ്മോപദേശികളുമായിരിക്കുന്നു. മാത്രമല്ല, ക്രിസ്തു വാഗ്ദാനവും തന്നിരിക്കുന്നു. നോക്കൂ, അത് എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് സംഭവിക്കാനുള്ള എപ്പോഴാണ്? കർത്താവിന്റെ വരവിന് തൊട്ട് മുന്നോടിയായി അവസാന ദിവസങ്ങളിൽ. അത് ശരിയല്ലേ? അത് അന്ന് സംഭവിച്ചതായിരുന്നു. ഇപ്പോൾ ഇന്നേക്കായി പ്രവചിക്കപ്പെട്ടിരിക്കുന്ന വചനമായിരുന്നു. ലൂഥറിന്റെ വെളിച്ചത്തിലല്ല, വെസ്ലിയുടെ വെളിച്ചത്തിലല്ല, പെന്തക്കോസ്തിന്റെ വെളിച്ചത്തിലുമല്ല. ഇപ്പോൾ അത് പാതയുടെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂഥർ ശരിയായിരുന്നു, മെത്തഡിസ്റ്റ് ശരിയായിരുന്നു, ബാപ്റ്റിസ്റ്റ് ശരിയായിരുന്നു. ആ എല്ലാ പെന്തക്കോസ്തുകളും വളരെ നല്ലതായിരുന്നു. ഇന്ന് രാത്രിയിൽ എല്ലാ വിധത്തിലുള്ളതും ഇവിടെ ഇരിക്കുകയാണ്. അത് ഉദ്ദേശിക്കുന്നല്ല, അത് വ്യക്തികളെ ഉദ്ദേശിച്ചല്ല. എന്താ, ആ മെത്തഡിസ്റ്റിനോട് നിങ്ങൾക്ക് ലൂഥറിനെ കുറിച്ചൊന്നും പറയാനാകില്ല. എന്തെന്നാൽ അവൻ വിശുദ്ധീകരണം വിശ്വസിക്കുകയും അത് ലൂഥർ ഉണ്ടായിരുന്നില്ല എന്ന് അറിയുകയും ചെയ്യുന്നു. കാണുന്നു, വിശുദ്ധീകരണത്തിലെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു പെന്തക്കോസ്തുകാരന് പറയാനാകില്ല. എന്തെന്നാൽ അവൻ ദാനങ്ങളെ തിരികെ ലഭിച്ചിരിക്കണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇല്ല, അവന് അതിലും വലുത് കിട്ടിയിരിക്കുന്നു. കാണുന്നു, അതാണ് നമുക്കുള്ള അവസാന സഭാകാലം. ബൈബിൾ പറയുന്നു, അതിനുശേഷം ഇനി ഒരു സഭാകാലം ഉണ്ടാവുകയില്ല. എന്നാൽ ജനങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ടാകും. നാം ഇവിടെ ആയിരിക്കുന്നത് നോക്കൂ. ഇപ്പോൾ ആ അവസാന അടയാളം ഓർത്തിരിക്കൂ. ജനങ്ങളായ നാം ഒരു വാഗ്ദത്തപത്രത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണോ? നിങ്ങളുടെ കൈ ഉയർത്തിയാലും ക്രിസ്തുവിലായിരിക്കുന്നതിനാൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാണ് വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടൂ. അബ്രഹാമിന്റെ സന്തതിയാണെങ്കിൽ നിങ്ങളുടെ അടയാളത്തെ സ്വീകരിക്കൂ. ഇത് ബാബിലോണ് പുറത്തായിരിക്കുന്നതല്ല, ഇത് വിഭാഗസഭയുടെ ലോകത്ത് നിന്ന് പുറത്തായിരിക്കുന്നതല്ല. അത് ഇവിടെ നിങ്ങളുടെ അവിടെയുള്ള ആ വൃത്തികളുടെ ഇടയിൽ അല്ലാതിരിക്കുന്നവരുടെ ഇടയിലാണ്. ഇത് വിശ്വസിക്കൂ. ഇവിടെ ഒരു സ്ത്രീ, അവൾ എനിക്ക് തീർത്തും അപരിചിത. ഏകദേശം എന്റെ പ്രായമുണ്ടാകും. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. അവൾ രോഗിയും. എനിക്ക് ആ സ്ത്രീയെ സൗഖ്യമാക്കാനും കഴിയുമായിരുന്നെങ്കിൽ ഞാൻ സൗഖ്യമാക്കുമായിരുന്നു. എനിക്ക് അവളെ പറ്റി യാതൊന്നും അറിയില്ല. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അവളെ കണ്ടിരുന്നു. നിങ്ങളുടെ കൈ ഉയർത്തു. ഞാൻ ഒരിക്കലും അവളെ കണ്ടിട്ടില്ല. അവൾ ഇവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ, അത്ര തന്നെ. ഇന്ന് രാവിലെ അവർ ഇവിടേക്ക് വന്ന് പ്രാർത്ഥനാ കാർഡുകളെ കൊണ്ടുവന്ന് കൂട്ടിക്കലർത്തി അവയെ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഇവിടെ ഒരാൾക്ക് നമ്പർ 1 കിട്ടി, പിന്നെ പിന്നിലുള്ള ആളിന് നമ്പർ 10, നമ്പർ 15, നമ്പർ 7, നമ്പർ അങ്ങനെയാണ്. ഓരോ ദിവസവും ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവയെ കൂട്ടിക്കുഴയ്ക്കുന്നു. മാത്രമല്ല, പിന്നെ അവരെ വിളിക്കുന്നേരം അവരെ ഇവിടെ ചുറ്റിലല്ല എന്നാണ് വിളിക്കുന്നത്. കാണുന്നോ? മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ കാർഡ് ആവശ്യം പോലുമല്ല. അവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. എന്താ കഴിയാത്തതായി? ഇന്ന് രാത്രിയിൽ സ്വയം നിങ്ങളെ തന്നെ ഞെക്കി നോക്കി നാം ഏത് കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. കാണുന്നു, ഇപ്പോൾ സുഹൃത്തുക്കളെ, അത് അവസാനിക്കാനും കൂടെ പോവുകയാണ്. അവസാനിക്കാറായിരിക്കുന്നു. ഇപ്പോൾ മരിച്ചവരിൽ നിന്ന് അബ്രഹാമിന്റെ ദൈവം യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചെങ്കിലും ആ അബ്രഹാമിന്റെ അവസാന നാളുകളിൽ യേശു ആ അടയാളത്തെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നെങ്കിലും വാഗ്ദത്തപുത്രൻ എത്തിച്ചേരുന്നതിന് മുമ്പ് അബ്രഹാമിന് മുന്നിൽ പ്രവർത്തിച്ച ആ ദൂതൻ, അത് ദൈവം മനുഷ്യത്തിൽ അതേ കാര്യം സംഭവിക്കുമെന്ന് യേശു പറഞ്ഞു. ഇപ്പോൾ നാം വിഭാഗീയ സഭകളെയും പരമാണു സംബന്ധിയായ കാര്യങ്ങളെയും കാണുന്നു. മറ്റുള്ള കാര്യങ്ങളുമായി അവർ ആയിരിക്കുന്ന
ആ വഷളായ അവസ്ഥയെ കാണുന്നു. നാം ബില്ലി ഗ്രഹാമിനെയും ഓറൽ റോബർട്ടിനെയും മറ്റെല്ലാവരെയും അവിടെ താഴെയായി കാണുന്നു. ആ പെന്തക്കോസ്ത് ദൂതനെയും വിഭാഗീയ സഭയുടെ ദൂതനെയും അവിടെ താഴെ കാണുന്നു. അവരെല്ലാവരും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബില്ലി ഗ്രഹാം ഒരു പുള്ളിക്ക് പോലും മാറ്റമില്ല. വിഭാഗീയ സഭകൾ എപ്രകാരം വിശ്വസിക്കുകയാണ്? ഓറൽ റോബർട്ട് പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാത്ത രോഗസൗഖ്യപരമുള്ളവൻ എങ്ങനെയാണോ പെന്തക്കോസ്ത് ആയിരിക്കേണ്ടത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്തോ അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിക്കായി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അവർ അവിടെ വിഭാഗീയ സഭകൾക്ക് ഇടയിലായിരിക്കുകയാണ്. അവിടെ വിഭാഗീയ സഭയുടെ വെളിയിൽ ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്നിടത്ത് എന്തോ സംഭവിക്കേണ്ടതുണ്ട്. നാം അതിനെ നാളെ രാത്രിയിലേക്ക് വിട്ടുകളയുകയാണ്. ശ്രദ്ധിക്കൂ, എനിക്ക് ആ സ്ത്രീ അറിയില്ല. ഞാൻ അവളെ നോക്കാതെ പുറംതെറിഞ്ഞു നിൽക്കും. ആ സ്ത്രീയെ കുറിച്ച് കർത്താവ് എന്നോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഭവനത്തിലേതോ അതല്ല സാമ്പത്തികമായോ ചിലപ്പോൾ രോഗമായിരിക്കാം, എനിക്കറിയില്ല. അത് സത്യമാണല്ലയോ എന്ന് അവൾക്കറിയാം. അവൻ അന്നാളുകളിൽ ചെയ്തിരുന്നത് പോലെ ഇന്ന് ചെയ്യുമെങ്കിൽ ദൈവം, അതായത് യേശുക്രിസ്തു ഈ അവസാന നാളുകളിലേക്ക് വാഗ്ദാനം ചെയ്തിരുന്നതിനെ ഇവിടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുമോ? മുഴുവൻ ലോകവും സോദോമിന്റെ അവസ്ഥയിലേക്ക് വെച്ചോണ്ടിരിക്കുമ്പോൾ നാം സോദോമിന്റെ ആൾക്കൾ എന്ന പോലെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിച്ചത് സത്യമാണെന്ന് വിശ്വസിക്കുന്നവരായി നിങ്ങളിൽ എത്ര പേരുണ്ട്? അന്ന് അബ്രഹാമിന്റെ സന്തതികളും ദൈവത്തിൽ വിശ്വസിച്ചു. ഇപ്പോൾ അവരുടെ മുഖത്ത് നോക്കിയോ? അതല്ല പരഹൃദയജ്ഞാനം എന്നോ അതുമല്ല, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്തായാലും. അതിനാൽ ആ സ്ത്രീയോട് എന്തെങ്കിലും ഞാൻ പറയാനായി ശ്രമിക്കുകയാണ് എന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്നും നീക്കിക്കളയുക. പരഹൃദയ ജ്ഞാനത്തെ കുറിച്ച് അറിയുന്ന ആർക്കും അതിനേക്കാളും നല്ല കാര്യബോധം ഉണ്ടായിരിക്കും. കാണുന്നോ? പരഹൃദയ ജ്ഞാനം പറയുന്നയാൾ എപ്പോഴെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു അധ്യാത്മവാദി യേശുക്രിസ്തു മാറ്റമില്ലാത്തവരെന്ന് ഉദ്ഘോഷിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയും സുവിശേഷം പ്രസംഗിക്കുന്നതും കണ്ടിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, അത് ജനങ്ങളുടെ മനസ്സാണ്. നോക്കൂ, അവർ അന്ധരാണ്. അവരെ അന്ധരാക്കാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അവർ ആയിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അത് ശരിയല്ലേ? നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും രാഷ്ട്രീയക്കാരും നികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന് ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. വിശുദ്ധ മത്തായി 24:24 അവസാന കാലത്ത് ഈ രണ്ടാത്മാക്കളും അത്രയേറെ സാമ്യമുള്ളതായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിപ്പാൻ ശ്രമിക്കുമെന്ന് യേശു ഇപ്രകാരം പറയുന്നില്ലേ? എന്നാൽ അത് അസാധ്യമാണ്. അവർ ആരംഭത്തിൽ ദൈവത്തിന് ചിന്തയിലും അവർ ദൈവത്തിന്റെ ഭാഗവുമാകുന്നു. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി സത്യമാണ് പറയുന്നതെന്ന് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അറിയിക്കാനിട വരട്ടെ. അത് നീയാണ് കർത്താവേ. നിന്റെ മഹത്വത്തിനും നിനക്ക് ഞങ്ങളുടെ ശരീരങ്ങളെ ഉപയോഗിക്കാനുമായി അങ്ങയുടെ ദാസന്മാർ അവരുടെ ചിന്തകളിൽ നിന്നും എളിമയോടെ പുറത്തു വരേണ്ട വരട്ടെ. ദൈവപുത്രനായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു ദാനമെന്നാൽ എന്താണ്? നിങ്ങൾ എന്തിനെങ്കിലും എടുത്തിട്ട് കഷണമാക്കി തിരിക്കുന്നതല്ല. അല്ല, അത് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനായി നിങ്ങളുടെ വഴിയിൽ നിന്നും നിങ്ങൾ മാറിക്കൊടുക്കാൻ അറിയുന്നതാണ്. ഒരു ദാനമെന്നത് സ്വയം നിങ്ങളെ മാത്രം പുറത്താക്കിയിട്ട് ദൈവം അത് ഉപയോഗിക്കുന്നതാണ്. എന്റെ പിന്നിലായി നിൽക്കുന്ന മകളേക്ക് സൗഖ്യം ലഭിച്ചില്ലെങ്കിൽ അവൾ മരിക്കാൻ പോവുകയാണ്. വളരെ അടുത്തായി മറ്റൊരു മനുഷ്യനാൽ എന്റെ പുറകായി നിൽക്കുന്ന സ്ത്രീക്ക് പ്രാർത്ഥിക്കപ്പെട്ടതേ ഉള്ളൂ. അവൾക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. ക്യാൻസർ അവളുടെ സ്ഥലങ്ങളിലും അവളുടെ ശ്വാസകോശങ്ങളിലുമാണ്. അവൾക്ക് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് പ്രാർത്ഥിക്കപ്പെട്ടത്. മാത്രമല്ല, അവളുടെ വിശ്വാസത്താൽ അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന് സ്വീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇത് സത്യമല്ലേ മകളെ? അത് അങ്ങനെയെങ്കിൽ വീശു, നിങ്ങളുടെ കൈ ശ്രോതാക്കളെ വീശി കാണിക്കൂ. അബ്രഹാമിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ശരി, പോകൂ, വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്നതെന്തും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ പറയൂ, ശ്രോതാക്കളെ കുറിച്ച് എന്താണ്? ഇവരോടൊപ്പം ഇവിടെയിരിക്കുന്ന സ്ത്രീ, നിങ്ങളുടെ അവസാനം അവിടെ തന്നെ രണ്ടാമത്തെ മഹിള. ഞാൻ അവിടെ തിരിയുമ്പോൾ തന്നെ അവിടെ ഒരു കാര്യം കണ്ടു. അവളുടെ കൈക്ക് ചുറ്റിനും രക്തസമ്മർദ്ദം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾക്ക് രക്തസമ്മർദ്ദം കൂടുതലായതിന്റെ കുഴപ്പമുണ്ട്. അത് ശരിയല്ല മകളെ. നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടിയാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം താഴേക്ക് പോകുന്നതാണ്. അബ്രഹാമിന്റെ ദൈവം ഇന്നും ആരെങ്കിലുണ്ട്. അവൻ എന്തായിരുന്നു? ഈ ദിവസത്തിന്റെ വചനം അപ്രകാരം തന്നെയാകുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വാസമുണ്ടായിരിക്കുക. ഒരു കുഞ്ഞിനെ പോലെ കാണപ്പെടുന്നു. ചെറുപ്പക്കാരി മകളെ, നിങ്ങളുടെ ഹൃദയം എനിക്കറിയില്ല, ദൈവം അറിയുന്നു. നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ദൈവത്തിന് എന്നോട് വെളിപ്പെടുത്താനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഞാനത് ചെയ്യുമെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അത് മറ്റാൾക്ക് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ സഹോദരനാണ്. മാത്രമല്ല, അവൻ വളരെ അത്യാസന നിലയിലായി ഇവിടെ നിന്ന് വടക്കുള്ള തുലാറെ പട്ടണത്തിലായിരിക്കുന്നു. അവൻ ഒരു ആശുപത്രിയിലായിരിക്കുന്നു. അവന് രക്താത്മകം ബാധിച്ചിരിക്കുകയും അവനെ ഡോക്ടർമാർ മരിക്കാനായി വിട്ടുകളഞ്ഞിരിക്കുന്നു. യാതൊരു പ്രതീക്ഷയും അവശേഷിക്കുന്നില്ല.
അത് ശരിയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നു. ശരി, നിന്റെ കൈ അന്തരിക്കുന്നു, അതെടുത്ത് അവന്റെ മേലിടുക. പിന്നെ അല്പം പോലെ സംശയിക്കരുത്, വിശ്വസിക്കുക. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ മകളെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവം എന്നേക്കും ദൈവമായിരിക്കുന്നു. ഇപ്പോൾ പറയൂ, ഒരു മനുഷ്യനത് ചെയ്യാനാകുമോ? അത് മനുഷ്യനെ ഉരുവാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് അവസാന നാൾക്കളിൽ സ്വയം അവനെ തന്നെ അബ്രഹാമിന്റെ സന്തതിയുടെ മുമ്പിൽ മാത്രം സോദോമിന്റെ നാൾക്കളിൽ എന്ന പോലെ സമർത്ഥിക്കുമെന്ന് യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിരുന്ന ദൈവമാണവൻ. ഇപ്പോൾ ഇവിടെ എനിക്ക് ആ മകളെ അറിയില്ല. നാം ഒരാൾക്ക് മറ്റേയാൾ അപരിചിതരാണ്. നാം ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടുകയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അവന്റെ ദാസനാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ആ വചനമായിരിക്കണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഈ വചനം ഇന്നും ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അത് ശരിയല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വചനം ഒരു വൈദ്യനാകുന്നു. നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളും ഒരു കറുത്ത നിഴലിന് കീഴിലാണ്. അത് ക്യാൻസറാണ്. ആ ക്യാൻസർ ഏത് ഭാഗത്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഡോക്ടർമാർ പറയുന്നത് പോലെ അത് ചേറുകുടലിന്റെ കീഴ്വശത്താണ്. നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. പോകൂ, ഒരിക്കലും സംശയിക്കരുത്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ആമേൻ. നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. അവൻ എന്ത് വാഗ്ദത്തം ചെയ്തിരുന്നോ അത് ചെയ്യുന്നു. ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരിക്കുക, സംശയിക്കരുത്. നാം ഒരാൾ മറ്റേയാൾക്ക് അപരിചിതരാണ്. എനിക്ക് നിങ്ങൾ അറിയില്ല. നാം അപരിചിതരാണെങ്കിൽ അത് ശ്രോതാക്കൾ അറിയട്ടെ. നമുക്ക് തമ്മിൽ കൈകളെ പിടിക്കാം. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ടില്ല. അവിടെ ആയിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. ഇത് യേശുക്രിസ്തുവാണ് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്താണത്? അത് അവന്റെ വചനമാണ്. ഈ ജനങ്ങൾ അതിനെ തള്ളിക്കളയുമ്പോൾ അവർ ഒരു മനുഷ്യനല്ല തള്ളിക്കളയുന്നത്, അവർ വചനത്തെയാണ് തള്ളിക്കളയുന്നത്. ആ പുറത്തായിരിക്കുന്ന വചനമാണ്. അതിന് അകത്ത് കടക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ മഹിള എനിക്ക് അപരിചിതയാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. ദൈവം ഒരു വൈദ്യനാകുന്നു. ഒരുപക്ഷെ അത് സൗഖ്യത്തിന് വേണ്ടിയായിരിക്കില്ല, ചിലപ്പോൾ മറ്റെന്തെങ്കിലും വേണ്ടിയാകാം. എന്നാൽ നിങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്ന് ദൈവം എന്നോട് വിവരിച്ചാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നിങ്ങൾ ആദ്യമായി പ്രാർത്ഥിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ ഒരു ചെവി മോശമായതാണ്. നിങ്ങളുടെ ഒരു ചെവിയിലൂടെ നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാനാകുന്നില്ല. അത് ശരിയാണ്, അത് സത്യമാണ്. പിന്നെ നിങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ അതിൽ നിന്നും മുക്തയാകാൻ ആഗ്രഹിക്കുന്നു. അത് സിഗരറ്റ് വലിക്കുന്നതാണ്. നിങ്ങളുടെ വിരലിനെ നിങ്ങളുടെ കേൾക്കാനാകുന്ന ചെവിയിൽ വെക്കൂ. ശരി, നിങ്ങളുടെ കേൾക്കാനാകുന്ന ചെവിയിൽ. ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പറ്റുള്ളൂ. പിന്നെ ചെയ്യരുത്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇനിമേൽ സിഗരറ്റ് വലിക്കരുത്. പോകൂ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്ത് സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? അവൻ വാസ്തവമല്ലേ? എനിക്ക് നിങ്ങൾ അറിയില്ല. നാം ഒരാൾക്ക് മറ്റേയാൾ അപരിചിതരാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, എന്നാൽ ദൈവം നിങ്ങൾ അറിയുന്നു. ദൈവം എന്തെങ്കിലും എന്നോട് പറയുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? മുഴുവൻ ശ്രോതാക്കളും വിശ്വസിക്കുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഈ സ്ത്രീ അറിയാമോ? ശ്രോതാക്കൾ ഇരിക്കുന്ന ആരെങ്കിലും ഈ സ്ത്രീയെ അറിയുന്നവരായിട്ടുണ്ടോ? ശരി, ഇത് സത്യമാണോ അല്ലയോ എന്നും നിങ്ങൾ അറിയും. ഇത് അതിനെ തീർച്ചയാക്കും. ഇത് സത്യം സംസാരിക്കും. ഇപ്പോൾ അല്പ നിമിഷത്തിന് മുമ്പ് എന്ത് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് കാണാനായി കഴിയുന്നോ? അത് ഞാൻ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. കാണുന്നോ? ഇത് സകലതും എനിക്ക് അന്ധമാക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. നോക്കൂ, അത് വിവേചിക്കുന്നതാകുന്നു. നോക്കൂ, അത് പരിശുദ്ധാത്മാവാണ്. അത് ഞാനല്ല. അത് ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്ത വചനമാണ്. അത് അപ്പോസ്തലന്മാരുടെ കാലം മുതലൊക്കെ ഉണ്ടായിട്ടില്ല, അത് ഉണ്ടായിരിക്കുകയുമില്ല. എന്നാൽ അതെവിടെയായിരിക്കും എന്നാണ് പറയപ്പെട്ടിരുന്നത്? മനുഷ്യപുത്രന്റെ വരവിന് തൊട്ട് മുമ്പായി ലോത്തിന്റെ നാൾക്കൽ പോലെയാകും മനുഷ്യപുത്രന്റെ വരവിന് നാൾക്കളിലും. അവിശ്വാസികൾ അത് വിശ്വസിക്കില്ല. അവർ അത് വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വിശ്വാസികൾ അത് വിശ്വസിക്കും. ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയാൽ എത്ര പേർ നിങ്ങളുടെ ഹൃദയപൂർവ്വം അത് വിശ്വസിക്കും? നിങ്ങളുടെ കൈകളെ ഉയർത്തി കാട്ടുമോ? നിങ്ങൾക്ക് ചില ക്ഷതങ്ങളുണ്ടായി, നിങ്ങൾക്ക് ഒരു കാറപകടമുണ്ടായി. അത് നിങ്ങളുടെ കഴുത്തിലെ നട്ടലിന്റെ ഭാഗത്തെ ചില അസ്ഥികളെ വെവ്വേറെയാക്കി. നിങ്ങളുടെ ഒരു വൃക്കയും അതിന്റെ സ്ഥാനത്തുനിന്ന് ഇളകിപ്പോയി. അത് ശരിയാണ്. അതങ്ങനെയല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് വൃക്കകളുടെ വിഷയത്തെ സുഖപ്പെടുത്താനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സൗഖ്യത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. കടന്നുവരൂ മകളെ, ഇവിടേക്ക് നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിന്റെ തകരാറിനെ
ദൈവത്തിന് സൗഖ്യമാക്കാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? ശരി, പിന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കൊള്ളുക. ഇവിടേക്ക് വരൂ. നിങ്ങളുടെ പിൻവശത്തെ ദൈവത്തിന് സൗഖ്യമാക്കാനാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ വിശ്വസിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളുക. ദൈവത്തിൽ വിശ്വസിക്കുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കടന്നു വരും മകളെ, നിങ്ങളുടെ വയറിലെ തകരാറിന് ദൈവത്തിന് സുഖപ്പെടുത്താനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മുഴു ഹൃദയത്തോടെ വിശ്വസിക്കൂ. പോകൂ, നിങ്ങളുടെ അത്താഴം കഴിച്ചുകൊള്ളൂ. വരൂ, നിങ്ങളുടെ സന്ധിവാദത്തെ ദൈവത്തിന് സുഖമാക്കാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ പോകൂ, വിശ്വസിക്കുകയും ഉണ്ടാക്കി ദൈവം നിങ്ങളെ സുഖമാക്കും. ശരി, വരൂ. നിങ്ങൾ നിങ്ങളുടെ മുഴു ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. വീണ്ടും സന്ധിവാദം. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിന് നിങ്ങളെ സുഖമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? പൊയ്ക്കോളൂ, അത് വിശ്വസിക്കൂ. പറയൂ, നിനക്ക് നന്ദി കർത്താവേ. അവിടെ എത്ര വിശ്വാസികളുണ്ട്? നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ ചുമന്ന നിറത്തോടു കൂടി വസ്ത്രധാരണം ചെയ്തിരിക്കുന്ന ഇവിടെ തന്നെ നിങ്ങളുടെ കൈ ഉയർത്തിക്കാട്ടു. നിങ്ങൾ അധിക രക്തസമ്മർദ്ദത്താൽ പീഡിതയാണ്. ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ ചെയ്യുമോ? ശരി, അടുത്ത താഴെയായി നിൽക്കുന്ന മകളുടെ മേൽ നിങ്ങളുടെ കൈവയ്ക്കൂ. എന്നിട്ട് അവളുടെ ശബ്ദം ശരിയാകാൻ പോവുകയാണെന്ന് പറയൂ. ആമേൻ. അതവിടെയാണ്. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വാസം ഉണ്ടായിരിക്കുക. ഇവിടെ ഒരു മനുഷ്യൻ പ്രവഹിക്കുന്ന രോഗത്തോട് ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുമോ സർ? അതെ, നിങ്ങൾക്ക് പ്രവഹിക്കുന്ന രോഗമുണ്ട്, അത് സൗഖ്യപ്പെടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ തൊട്ടടുത്തായിരിക്കുന്ന മകളേക്കും പ്രവഹിക്കുന്ന രോഗമാണ്. മാത്രമല്ല, അവൾക്ക് പുറം വേദനയുമുണ്ട്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ ചെയ്യുമോ? നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് അതിനെ സ്വീകരിക്കൂ, വിശ്വസിക്കൂ. നിങ്ങളുടെ അപ്പുറത്തായിരിക്കുന്ന അടുത്ത മകളേക്ക് അവളുടെ കാലിലും നിതംബത്തിലുമാണ് തകരാറ്. അത് ശരിയാണ് മകളെ? നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ സുഖപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? കൊള്ളാം. നിങ്ങളുടെ കൈ ഉയർത്തി ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറയൂ. ശരി, അവളുടെ അടുത്തായിരിക്കുന്ന മകളൊക്കെ പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയെ കണ്ണട വലിച്ചിരിക്കുന്ന ചെറുപ്പക്കാരിയ മകള ദൈവത്തിന് സുഖമാക്കാനാകും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങളുടെ കൈ ഉയർത്തി പറയൂ, ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ശരി, അത് വിശ്വസിക്കുന്നു. അവളുടെ അടുത്തായിരിക്കുന്ന മകളേക്ക് വൃക്കയുടെ തകരാറാണ്. ദൈവം നിങ്ങളുടെ വൃക്കകളുടെ തകരാറിനെ സുഖപ്പെടുത്തി വിശ്വസിക്കുന്നു മകളെ? ശരി, നിങ്ങളുടെ കൈ ഉയർത്തിക്കൊണ്ട് അതിനെ സ്വീകരിക്കൂ. അവളുടെ അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് തൊണ്ടവീക്കമാണ്. നിന്റെ അവിടെയുള്ള തൊണ്ടവീക്കത്തെ ദൈവത്തിന് സുഖമാക്കാനാകുമെന്ന് വിശ്വസിക്കുന്നു. നിന്റെ കൈ ഉയർത്തി അതിനെ സ്വീകരിക്കൂ. നിങ്ങളുടെ മുഴു ഹൃദയത്തോടു കൂടി എത്ര പേർ വിശ്വസിക്കുന്നു? എങ്കിൽ നിങ്ങളുടെ മുഴങ്കാൽ എഴുന്നേൽക്കുന്നതിനെ സ്വീകരിക്കൂ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കൂ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ കെട്ടിടത്തിനുള്ളിൽ പതിക്കുകയും ദിവ്യ സാന്നിധ്യത്താൽ ഓരോ വ്യക്തിയും സൗഖ്യം പ്രാപിക്കാനും ഇടവരട്ടെ.